അതാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അടുത്ത ശ്ലോകത്തിൽ ഈ ഒരു മുക്തി കൊണ്ട്, ഭഗവത് ഭജനം കൊണ്ട് നമുക്ക് നേടാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് പിന്നെ അടുത്ത 32ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. നമുക്കൊന്ന് ആ ശ്ലോകം ഒന്ന് വായിക്കാം. തമേവ യൂയം ഭജതാത്മവൃത്തിഭിഃ ത്വമേവ യൂയം ഭജതാത്മവൃത്തിഭിഃ മനോവചഃ കായഗുണൈഃ സ്വകർമ്മഭിഃ അമായിനഃ കാമദുഘാഘ്രിപങ്കജം യഥാധികാരാപസിതാർത്ഥസിദ്ധയഃ. ഇതിൽ ത്വമേവ ആണോ തമേവ ആണോ? ത്വമേവ എന്നാണ് ഇവിടെ പ്രിന്റ് ചെയ്തതിലുള്ളത് അല്ലേ? തമേവ എന്നാണ് ഗീതാപ്രസിൻ്റെ പുസ്തകത്തിലുള്ളത്. തമേവ യൂയം എന്നാണ്. തമേവ എന്ന് തന്നെയാണ് ഇതിലിപ്പം ഇതിൽ അർത്ഥം കൊടുത്തതിലും ഈ ത്വം എന്നുള്ളത് അവിടെ വന്നിട്ടില്ല. ത്വം എന്ന് വെച്ചാൽ നിങ്ങൾ എന്നാണ്. അപ്പോൾ തമേവ യൂയം ഭജത ആത്മവൃത്തിഭിഃ മനോവചക്കായഗുണൈഃ സ്വകർമ്മഭിഃ അമായിന കാമദുഘാഘ്രി പങ്കജം യഥാധികാരാപസിതാർത്ഥസിദ്ധയഃ. അങ്ങനെയാണ് തം എന്ന് തന്നെയാണ് വേണ്ടത്. തമേവ. ഇനി ഏതെങ്കിലും പാഠത്തിൽ അങ്ങനെ വന്നിട്ടുണ്ടോ, ത്വമേവ എന്ന് വന്നിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ പ്രസിദ്ധമായ പാഠങ്ങളിൽ ഇങ്ങനെ തന്നെയാണ് കാണുക. അങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ആ ആ അവിടെ ത്വം എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവരാം. ഭജത എന്ന് പറഞ്ഞതുകൊണ്ട്, ഭജത ഭജിക്കുവിൻ എന്നുള്ളൊരു അവിടെ ഒരു ക്രിയ അങ്ങനെ വന്നതുകൊണ്ട് അങ്ങനെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ഈ ഗീതാപ്രസിൻ്റെ ഈ പുസ്തകത്തിലും മറ്റ് ആധികാരിക വ്യാഖ്യാനങ്ങളിലൊക്കെ ശ്രീധരി ഇതിലൊക്കെ സ്വീകരിച്ചിരിക്കുന്ന പാഠം തമേവ എന്നാണ് കാണുന്നത്. അവിടെ തമേവ എന്ന് തം ഏവ യൂയം, അവിടെ യൂയം എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവിടെ ത്വം എന്ന് വരാൻ സാധ്യതയില്ല. യൂയം എന്നുള്ളതിൻ്റെ തന്നെ എന്താണ്? ത്വം എന്നുള്ളതിൻ്റെ ബഹുവചനമാണ്. അപ്പോൾ യൂയം എന്നവിടെ പറഞ്ഞുകൊണ്ട് പിന്നെ അവിടെ ത്വം എന്ന് വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതാണ് ഇത് കണ്ടപ്പോഴാണ് എനിക്ക് ഈ ഒരു ആശയക്കുഴപ്പം വന്നത്. തം ഏവ യൂയം ആത്മവൃത്തിഭിഃ ഭജത. തം ഏവ യൂയം, യൂയം എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ നിങ്ങൾ. തം ഏവ ആത്മവൃത്തിഭിഃ ഭജത. ആത്മവൃത്തികളെ കൊണ്ട്, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒക്കെ തന്നെ വൃത്തികളിലൂടെ, വൃത്തി എന്ന് വെച്ചാൽ ആചരണങ്ങൾ, പലതരത്തിലുള്ള പ്രവൃത്തികളിലൂടെ അവനെ തന്നെ നിങ്ങൾ ഭജിക്കുക, അദ്ദേഹത്തെ തന്നെ നിങ്ങൾ ഭജിക്കുക, അതേ ഭഗവാനെ തന്നെ ഭജിക്കുക. അമായിനഃ യഥാധികാരാവസിതാർത്ഥസിദ്ധയഃ മനോവചക്കായഗുണൈഃ സ്വകർമ്മഭിഃ കാമദുഘാഘ്രി പങ്കജം ഭജത. അവിടെ ഭജത എന്നുള്ള ക്രിയ 2 സ്ഥലങ്ങളിൽ നമുക്ക് അന്വയിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പം അതേ ഭഗവാനെ തന്നെ നിങ്ങൾ സ്വന്തം വൃത്തികളെ കൊണ്ട്, സ്വന്തം ആചാരാനുഷ്ഠാനങ്ങളെ കൊണ്ട് നിങ്ങൾ ഭജിക്കുക. എങ്ങനെ ഭജിക്കണം? അമായിനഃ, മായാബന്ധനത്തിൽപ്പെടാതെ, മായക്ക് വശംവദരാകാതെ ആയിരിക്കണം ഭജിക്കുന്നത് എന്നർത്ഥം. യഥാധികാരാപസിതാർത്ഥസിദ്ധയഃ. അധികാരം, യഥാധികാരം, അധികാരമനുസരിച്ച്, അധികാരമനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അർത്ഥങ്ങളുടെ സിദ്ധിയോട് കൂടിയവരായിട്ട്,
ഇപ്പം നമ്മൾ അർത്ഥം എന്ന് വെച്ചാൽ ധനം എന്നാണ് അതിൻ്റെ ഒരു താല്പര്യം. ധനമായാലും മറ്റ് സുഖ സൗകര്യങ്ങളായി കഴിഞ്ഞാലും നേടുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. എല്ലാ തരത്തെ സുഖഭോഗങ്ങളും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. പക്ഷെ അതെങ്ങനെ ആയിരിക്കണം? യഥാധികാരം, നമ്മൾ അധികാരം അനുസരിച്ചിട്ടായിരിക്കണം. അധികാരം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ലൗകിക അർത്ഥത്തിലുള്ള ഒരു അധികാരമുണ്ട്. പക്ഷെ ആധ്യാത്മിക ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന അധികാരം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോരോ ഉപാസനാ വിധിയുണ്ട്. ഈശ്വരോപാസന അല്ലെങ്കിൽ ഈ ആധ്യാത്മിക ജീവിതം എങ്ങനെ നയിക്കണം, ലോകജീവിതം എങ്ങനെ നയിക്കണം എന്നുള്ളതിന് അധികാരം നിശ്ചയിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ ചാതുർവർണ്ണ്യങ്ങൾ, ചതുരാശ്രമങ്ങൾ ഒക്കെ വേദങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഓരോരുത്തർക്കും ഓരോന്നിലായിരിക്കും അധികാരം. എന്ന് വെച്ചാൽ ഒരാൾ സത്വഗുണത്തോട് കൂടിയിട്ടാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സ്വഭാവമുള്ള ആളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അയാളെ ബ്രാഹ്മണൻ എന്ന് വിളിക്കും. ശൗര്യ വീര്യ പരാക്രമമുണ്ട്, ബാഹുബലമുണ്ട്, ശൗര്യമുള്ള ആളാണ്, രജോ ഗുണം ഉണ്ട്, അങ്ങനെയുള്ള ആൾ ക്ഷത്രിയന്മാരായിട്ട് മാറും. അതുപോലെ വൈശ്യന്മാർ, ശൂദ്രന്മാർ, ഇങ്ങനെ ചാതുർവർണ്ണത്തിൻ്റെ സ്വഭാവമനുസരിച്ച് അവരവർക്ക് സ്വേ കർമ്മണ്യഭിരത സംസിദ്ധിം ലഭതേ നര എന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. സ്വേ കർമ്മണി അഭിരത, എല്ലാവർക്കും മോക്ഷമുണ്ട്. ആരും ഈ മോക്ഷത്തിന് ബ്രാഹ്മണനെ മാത്രമേ മോക്ഷമുള്ളൂ, ക്ഷത്രിയന് അല്ലെങ്കിൽ അതിന് വർണ്ണഭേദമൊന്നുമില്ല. ഏത് വർണ്ണത്തിൽപ്പെട്ട ആളും അവരവരുടെ ആ ധർമ്മം അവനവന് സ്വഭാവജമായ കർമ്മം, സ്വഭാവജമായിട്ടെന്ന് വെച്ചാൽ ജന്മനാ കിട്ടിയിട്ടുള്ള അവനവൻ്റെ വാസനകളോട് കൂടിയിട്ടാണ് ഓരോരുത്തരും ജനിക്കുന്നത്. ആ വാസനക്കനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തിട്ട് ആ കർമ്മങ്ങൾ ഈശ്വരാർപ്പിതമായിട്ട് ചെയ്യുന്നതിലൂടെ എല്ലാ വിഭാഗങ്ങൾക്കും ഇവിടെ മോക്ഷത്തിന് അധികാരമുണ്ട് എന്നാണ് ഭഗവാൻ പറയുന്നത്. അതാണ് ഗീതയിൽ സ്വേ കർമ്മണ്യഭിരത സംസിദ്ധിം ലഭതേ നര. അവനവൻ്റെ ഓരോരുത്തരുടെയും സ്വന്തം കർമ്മങ്ങളിൽ അഭിരതനായിരിക്കണം. ഇഷ്ടമില്ലാത്തത് ചെയ്തിട്ട് കാര്യമില്ല. ചെയ്യുന്ന കർമ്മങ്ങൾ, ബ്രാഹ്മണനാണ്, വേദം പഠിക്കാൻ വേണ്ടി പറഞ്ഞു, വേദമൊക്കെ പഠിച്ചു, എൻ്റെ ഉള്ളിൽ പറയുകയാണ്, ഒരു വേദം പഠിച്ച ഒരാൾ പറഞ്ഞ ഒരു നേതാവ് പറഞ്ഞാണ്, വേദങ്ങൾ പഠിച്ച് എൻ്റെ ആയുസ് മുഴുവൻ ഞാൻ വെറുതെ നഷ്ടപ്പെടുത്തി. വേദങ്ങൾ ഉപനിഷത്തുകളും പഠിച്ചിട്ട് എൻ്റെ ആയുസ്സൊക്കെ ഞാൻ കുറേ എൻ്റെ ചെറുപ്പകാലം മുഴുവൻ വെറുതെ കളഞ്ഞു. ആ സമയത്ത് വല്ല സിന്ദാബാദ് വിളിക്കാൻ പോയിരുന്നെങ്കിൽ അന്നേ നേതാവ് ആകാൻ പറ്റുമായിരുന്നു എന്ന് പറഞ്ഞ ആളിനെ നമുക്ക് ബ്രാഹ്മണൻ എന്ന് പറയാൻ പറ്റുമോ? അഭിരതനായിരിക്കണം. അതിൽ ആ ചെയ്യുന്ന കർമ്മത്തിൽ അഭിരമിച്ചുകൊണ്ട് ചെയ്യണം. ശൂദ്രകർമ്മത്തിൽ അഭിരമിച്ചുകൊണ്ട് ചെയ്യുന്ന ശൂദ്രൻ അതിലൊരു ആനന്ദത്തെ കണ്ടെത്താൻ തുടങ്ങും. ആ കർമ്മത്തിലൊരു ആനന്ദം കണ്ടെത്തിയിട്ട് ആ ആനന്ദം സാക്ഷാൽ ഭഗവാനിൽ നിന്ന് കിട്ടുന്ന ആനന്ദം തന്നെയാണ്. അതാണ് ഈ കർമ്മത്തിലുണ്ടാകുന്ന അഭിരുചി എന്ന് പറയുന്നത്. അങ്ങനെ ആ കർമ്മം ചെയ്തിട്ട് അതിലൂടെ ധനം സമ്പാദിക്കുക, അതിലൂടെ ജീവിത സൗകര്യങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കും. അത് ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായാലും ശൂദ്രനായാലും അവർക്കൊക്കെ തന്നെ യഥാധികാര ആവസിതാർത്ഥ സിദ്ധയ, അധികാരം അനുസരിച്ച് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അർത്ഥങ്ങളുടെ സിദ്ധിയോട് കൂടി ഇരിക്കുന്നവനായിട്ട്, എന്നിട്ട് ആ സുഖത്തെ അനുഭവിച്ചു കൊള്ളുക. അത് ഈശ്വരപ്രസാദമായിട്ട് ഭഗവാൻ തന്നിരിക്കുന്ന അനുഗ്രഹമായിട്ട് കണ്ട് അതിനെ വിനിയോഗിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളായിട്ട്. മനോവച കായഗുണൈഹി സ്വകർമ്മഭിഹി, സ്വകർമ്മം സ്വന്തം കർമ്മങ്ങളിലൂടെ, കർമ്മങ്ങളെ കൊണ്ട്. എങ്ങനെയുള്ള കർമ്മങ്ങൾ? മനോവച കായഗുണൈഹി കർമ്മഭിഹി. ഈ കർമ്മങ്ങളൊക്കെ തന്നെ നമ്മുടെ മനസ്സിൻ്റെയും വാക്കിൻ്റെയും അതുപോലെ ശരീരത്തിൻ്റെയും ഗുണങ്ങൾക്കനുസരിച്ചിട്ടാണ് കർമ്മങ്ങൾ ഉണ്ടാവുക. ശരീരത്തിൻ്റെ ഗുണമനുസരിച്ചിട്ടാണ്. ഒരു പട്ടാളക്കാരനാകണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു നല്ല ഉറച്ച ദൃഢമായ ശരീരം ആവശ്യമാണ്. രാജാവ് ക്ഷത്രിയനാകണമെങ്കിൽ നല്ല ദൃഢമായ മാംസപേശികളുള്ള നല്ല ശരീരം ആവശ്യമാണ്. അതുപോലെ ശരീരം, ഒരു ബ്രാഹ്മണന് മൃദുവായ ശരീരം മതി. കാരണം ആ ബ്രാഹ്മണൻ എങ്ങനെയുള്ളതാണ്? തപസ് ചെയ്യേണ്ട ശരീരമാണ്. ബ്രാഹ്മണസ്യ ദേഹോയം ക്ഷുദ്രകാമായ നേഷ്യതേ, ക്ഷുദ്രകാമങ്ങൾ നേടാനുള്ളതല്ല ബ്രാഹ്മണ ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ ശരീരത്തിൻ്റെ ഗുണമനുസരിച്ചിട്ടാണ്, അത് അനുസരിച്ച് കൂടിയാണ് നമ്മൾ സ്വന്തം കർമ്മത്തെ സ്വീകരിക്കുന്നത്. മനസ്സിൻ്റെ ഗുണങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മൾ കർമ്മത്തെ സ്വീകരിക്കുന്നത്. വാക്കുകളും അതിന് അനുസരിച്ചിട്ടായിരിക്കും. മനസ്സിനനുസരിച്ചിട്ടായിരിക്കും വാക്കുകൾ, അതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ശരീരഘടന ഉണ്ടായിരിക്കുക. അങ്ങനെ മനസ്സിനും വാക്കിനും ശരീരഘടനക്കും യോജിച്ചതായിട്ടുള്ള കർമ്മങ്ങളിലൂടെ കാമതുഘാഘ്രി പങ്കജം ഭജത,
കാമധുകാഘ്രി പങ്കജം, ഭഗവാന്റെ അഘ്രി, ഭഗവാന്റെ പാദകമലങ്ങൾ. അഘ്രി പങ്കജത്തെ പറഞ്ഞിരിക്കുന്നത് കാമധുക് എന്നാണ്. കാമധുക്ക് എന്ന് വെച്ചാൽ കാമധേനു, ഇഷ്ടമുള്ളതിനെ കറന്നെടുക്കാൻ സാധിക്കുന്നതായ കാമധേനുവിൻ്റെ സ്വഭാവമുള്ള, ആഗ്രഹിച്ചതൊക്കെ തന്നെ നമുക്ക് ദോഹനം ചെയ്തെടുക്കാൻ സാധിക്കുന്നതായ ഭഗവാന്റെ പാദകമലങ്ങളെ ഭജിക്കുക. അപ്പം സ്വന്തം കർമ്മങ്ങളെ കൊണ്ട്, സ്വന്തം ശരീരത്തിനും വാക്കുകൾക്കും മനസ്സിനും അല്ലെങ്കിൽ സ്വഭാവജന്യമായിട്ടുള്ള നമ്മുടെ കർമ്മങ്ങളിലൂടെ നമുക്ക് നമ്മുടെ അധികാരത്തിലിരിക്കുന്ന നമുക്ക് ഏതിലാണോ അധികാരമുള്ളത്, അധികാരമനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ട് നേടുന്ന സുഖങ്ങളെ സ്വീകരിച്ചുകൊണ്ടും മായക്ക് വശംവദരാകാതെ, മായാബന്ധനത്തിൽപ്പെടാതെ നിങ്ങളൊക്കെ തന്നെയും ആ ഭഗവാനെ തന്നെ ഭജിച്ചുകൊള്ളൂ. തമേവ ഭജത, ആ ഭഗവാനെ തന്നെ ഭജിക്കൂ എന്നാണ് സ്വന്തം പ്രജകളോട് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയാണ്. ആണ് 32ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. 33ാമത്തെ ശ്ലോകം നോക്കാം. അസാവിഹാനേക ഗുണോ ഗുണോദ്വര പൃഥക് വിധദ്രവ്യഗുണക്രിയോക്തിഭി സമ്പദ്യതേർത്ഥാശയലിംഗനാമഭി വിശുദ്ധവിജ്ഞാനഘനസ്വരൂപത. അസാവിഹാനേക ഗുണോ ഗുണോദ്വര പൃഥക് വിധദ്രവ്യഗുണക്രിയോക്തിഭി സമ്പദ്യതേർത്ഥാശയലിംഗനാമഭി വിശുദ്ധവിജ്ഞാനഘനസ്വരൂപത. ഇവിടെ ഭഗവാന്റെ സ്വരൂപത്തെക്കുറിച്ച് പറയുകയാണ്. യജ്ഞസ്വരൂപനായ ഭഗവാന്റെ ആ ഒരു സവിശേഷതയും അനുഗ്രഹവിശേഷവും ആണ് ഇവിടെ പറയുന്നത്. സ്വരൂപതഃ വിശുദ്ധവിജ്ഞാനഘനഃ അഗുണഃ അസൗ, അഗുണഃ അസൗ ഇഹ പൃഥഗ്വിധദ്രവ്യഗുണക്രിയോക്തിഭിഃ അർത്ഥാശയലിംഗനാമഭിഃ അനേകഗുണഃ അധ്വരഃ സമ്പദ്യത്തെ. ഭഗവാൻ ഒരേ സമയത്ത് ഏകനായിട്ടും അനേകനായിട്ടും ഇരിക്കുന്നു. ഏകോ നൈക സവക്കിം അല്ലേ? സഹസ്രനാമത്തിൽ ഭഗവാനെ കുറിച്ച് പറയുന്നത് ഏകഹ നൈകഹ എന്നാണ്. ഏകഹ എന്ന് പറഞ്ഞ ഉടനെ തന്നെ പറയുന്നു നൈകഹ. ഭഗവാൻ ഏകനാണ്. ഭഗവാൻ ഏകനാണ് എന്ന് പറയുമ്പോൾ ഈ കാണാകുന്ന ചരാചര പ്രപഞ്ചമൊന്നും ഭഗവാൻ അല്ല എന്ന് വരും. അങ്ങനെയല്ല, ഈ കാണാകുന്ന ഈ പ്രപഞ്ച വൈവിധ്യങ്ങളൊക്കെ ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ അല്ലാതെ ഈ പ്രപഞ്ചത്തിൽ മറ്റൊരു വസ്തു ഇല്ലതാണ്. അതുകൊണ്ടാണ് നൈക എന്ന് പറയുന്നത്. ഏകോ നൈക സവ കക്കിം എന്ന് പറഞ്ഞതുപോലെ ആദ്യം പറയുന്നത് ഭഗവാൻ ഏകനാണ്. എങ്ങനെയുള്ള ആളാണ്? സ്വരൂപതഃ, സ്വരൂപം കൊണ്ട്. ഭഗവാന്റെ സ്വരൂപം എങ്ങനെയുള്ളതാണ്? വിശുദ്ധ വിജ്ഞാനഘനഃ, വിശുദ്ധമായ വിജ്ഞാനം ഘനീഭവിച്ച് നിൽക്കുന്ന ഒരു വസ്തുവാണ്. സാന്ദ്രാനന്ദവയോധി, സാന്ദ്രാനന്ദാവബോധാത്മകമിതം എന്നാണ്. സാന്ദ്രമായ ആനന്ദ സ്വരൂപമാണ്. ആനന്ദം മുഴുവൻ ഊറിക്കൂടിയിട്ട് കട്ടികൂടിയിരിക്കുന്ന ഒരു വസ്തുവാണ് ഭഗവാൻ എന്നാണ് പറയുന്നത്. അവിടെ അതുകൊണ്ടാണ് ഭഗവാന്റെ സ്വരൂപം ഏകമായിരിക്കുന്ന പരിശുദ്ധമായിരിക്കുന്ന വിജ്ഞാനത്തിൻ്റെ വിജ്ഞാനം അങ്ങനെ ഘനീഭവിച്ച് നിൽക്കുന്ന വസ്തുവായിരിക്കുന്ന ഘനീഭൂതമായ വിജ്ഞാനത്തിൻ്റെ സ്വരൂപമാണ് ഭഗവാൻ ഉള്ളതെങ്കിലും ആ ഭഗവാൻ അഗുണ എന്നാണ്. ഗുണോ നാസ്തി ഇത് അഗുണ എന്നതിന് സാധാരണ അർത്ഥമുണ്ടെങ്കിൽ പോലും അഗുണ എന്ന് പറയുമ്പോൾ ഭഗവാന് ഗുണമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്നത് ഒരു ഗുണമില്ലാത്തത് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഭഗവാനെ കുറിച്ച് പറയുക? അപ്പോൾ വാസ്തവത്തിൽ ഭഗവാൻ എങ്ങനെയുള്ള ആളാണ്? ഗുണാതീതനാണ്, ഗുണങ്ങൾക്ക് അതീതനാണ്. ഗുണം ഉണ്ടാകണമെങ്കിൽ
ഈ ഗുണേതരമായതിനെ നിഷേധിച്ചിട്ടാണ് ഗുണത്തിൽ എത്തിച്ചേരേണ്ടത്. ദോഷമുള്ളിടത്തേ ഗുണം ഉണ്ടാവില്ല. ദോഷത്തെ നിഷേധിക്കുന്നിടത്താണ് ഗുണത്തിന് നിലനിൽപ്പുണ്ടാവുക. അപ്പോൾ ഭഗവാന് ഗുണങ്ങളുണ്ട് എന്ന് പറയുന്നതിനർത്ഥം ഭഗവാൻ ഒരു 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 നിർവചനങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ആളുകൾ വരും. അതാണ് സാകാരവും സഗുണവുമായിരിക്കുന്ന ആരാധനയുടെ ഒരു പോരായ്മയായിട്ട് പറയുന്നത്. നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള, ഏറ്റവും അനാദിയും അനന്തവും അപരിമേയനുമായിരിക്കുന്ന ഭഗവാനെ എന്ത് ചെയ്യുന്നു? നമ്മൾ ചില ചെറിയ ചട്ടക്കൂടുകളിലേക്ക് ഒതുക്കുന്നു. അങ്ങനെ ഒരു ഈ സഗുണാരാധനയ്ക്ക് ഒരു ദോഷമുണ്ട് എന്നൊക്കെ ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നുണ്ട് അല്ലേ. ഏറ്റവും നിർഗുണനായിരിക്കുന്ന ഭഗവാനെ, എല്ലാ ഗുണങ്ങൾക്കും ആധാരമായിട്ട് ഗുണങ്ങൾക്ക് അതീതനായിരിക്കുന്ന ആളിനെ നമ്മൾ സഗുണനായിട്ട് കാണുക. പ്രപഞ്ചമാകെ വ്യാപിച്ചു നിൽക്കുന്ന അന്തര്യാമിയായിരിക്കുന്ന ഭഗവാനെ ഒരു വിഗ്രഹസ്വരൂപനായിട്ട് നമ്മൾ കാണുക എന്ന് പറയുന്നത് ഭഗവാന്റെ വലുപ്പത്തെ ചെറുതാക്കിയിട്ട് ആണ് നമ്മൾ ധ്യാനം ചെയ്യുന്നത്. അത് ഭഗവാനോട് ചെയ്യുന്ന ഒരു കുറ്റകൃത്യമാണ് എന്ന് ശങ്കരാചാര്യ സ്വാമികൾ അദ്ദേഹത്തോട് ക്ഷമായാചനം ചെയ്യുന്ന ശ്ലോകമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഭഗവാൻ അഗുണനാണ്, ഗുണാതീതനാണ്. അസൗ അങ്ങനെയുള്ള ഇവൻ, ആ ഭഗവാൻ ഇവിടെ എങ്ങനെ ഇരിക്കുന്നു? പൃഥഗ്വിധ ദ്രവ്യഗുണക്രയോക്തിഭീഹി, പൃഥഗ്വിധമായ അനേക തരത്തിലുള്ള വ്യത്യസ്തമായ ദ്രവ്യങ്ങളായിട്ടും ഗുണങ്ങളായിട്ടും ക്രിയകളായിട്ടും ഉക്തികളായിട്ടും ഇരിക്കുന്നു. വ്യത്യസ്തമായിരിക്കുന്ന ദ്രവ്യങ്ങൾ. നമ്മളിപ്പം ഭഗവാനെ പൂജിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ജലം, ഗന്ധം, പുഷ്പം, ധൂപം, ദീപം, നൈവേദ്യം ഒക്കെയാണ് ഭഗവാനെ സമർപ്പിക്കുന്നത്. യാഗങ്ങളിലാണെങ്കിൽ ഭഗവാന് പ്രത്യേകമായിട്ടുണ്ടാക്കിയ ഹവിസ്സുകളും, നെയ്യ്, ഹവിസ്, മറ്റനേക തരത്തിലുള്ള ഹോമദ്രവ്യങ്ങൾ, പലതരത്തിലുള്ള ഹോമദ്രവ്യങ്ങളുണ്ട്. ഈ ദ്രവ്യങ്ങളൊക്കെ ഭൗതികമായ വസ്തുക്കളാണ്. നമ്മൾ മന്ത്രപൂർവകമായിട്ട് നമ്മൾ അഗ്നിയിൽ നമ്മൾ ഹവനം ചെയ്യുന്നത്. അപ്പോൾ ഈ ഹവനം ചെയ്യുന്ന ആൾ ഒരു പൃഥക് വസ്തുവാണ്. നമ്മുടെ ഈ ഭൗതിക ശരീരം കൊണ്ടാണ് ഇത് ചെയ്യുന്നത്, ഇന്ദ്രിയങ്ങളെ കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഭൗതികമായൊരു വസ്തു, നമ്മൾ നെയ്യായാലും ഹവിസ്സായാലും നമ്മൾ അഗ്നിയിൽ ഹോമിക്കുന്നു. ആ അഗ്നി ഒരു പൃഥക്കായിട്ടൊരു വസ്തുവാണ്. പക്ഷെ വാസ്തവത്തിൽ പാരമാർത്ഥിക തലത്തിലെത്തുമ്പോൾ എന്താണ്? ഈ ഹോമിക്കുന്ന ആളും ഹവനം ചെയ്യപ്പെടുന്ന വസ്തുവും ഹവനം ചെയ്യപ്പെടുന്ന ഈ അഗ്നിയും ഈ പറഞ്ഞ ക്രിയകളും ഒക്കെ തന്നെ ഒന്ന് തന്നെയാണ് എന്നുള്ളൊരു സങ്കല്പമാണ് വേദം നമ്മളോട് പറയുന്നത്. ഭഗവത്ഗീതയിൽ അത് ഭഗവാൻ വളരെ ലളിതമായിട്ട് പറഞ്ഞു. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിഹി ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മവേദേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിന. അപ്പോൾ ബ്രഹ്മാർപ്പണം, ഈ അർപ്പണം എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. അഗ്നിയിലേക്ക് അഗ്നിയെ ഇതും മമ, അഗ്നിക്കായിക്കൊണ്ട് ഇത് ഞാൻ സമർപ്പിക്കുന്നു, ഇത് എൻ്റേതല്ല എന്ന് ഉദ്ദേശത്യാഗം ചെയ്തിട്ട് സമർപ്പിക്കുന്ന സമയത്ത് ഈ ഹവനം ചെയ്യുന്ന ആ ക്രിയ തന്നെ ബ്രഹ്മമാണ്. കാരണം ബ്രഹ്മമല്ലാതെ മറ്റൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ആ ഹവനം ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിലെടുത്ത ആ ഹവിസിൻ്റെ ഒരു ഉരുള ഹവിസ് ആണ് നമ്മൾ ഹോമിക്കുന്നെങ്കിൽ ആ ഹവിസ് എന്താണ്? അതും ബ്രഹ്മമാണ്. അന്നം വൈ ബ്രഹ്മ, അതും ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിഹി ബ്രഹ്മാഗ്നവും, ബ്രഹ്മമാകുന്ന അഗ്നിയിലാണ് അത് ഹോമിക്കുന്നത്. ഹോമിക്കുന്ന ആളാരാണ്? ഹോമിക്കുന്ന ബ്രഹ്മണാഹുതം, ബ്രഹ്മം തന്നെയാണ് ഇത് ഹോമിച്ചത്. ഇങ്ങനെ ഈ ബ്രഹ്മമാകുന്ന ഹോതാവ് ബ്രഹ്മമാകുന്ന ഹവിസ്സിനെ ബ്രഹ്മസ്വരൂപമാകുന്ന അഗ്നിയിൽ ഹോമിച്ചിട്ട് ഇദ്ദേഹം നേടുന്നത് എന്താണ്? ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മൈവതേന ഗന്തവ്യം. ഈ ബോധം ഉണ്ടാകുന്നതോട് കൂടിയിട്ട് ഈ ഹവനകർമ്മം അവിടെ അവസാനിക്കും. അതാണ് ആ ക്രിയ അവിടെ അവസാനിക്കും. ആ ബോധം അത് ഇദ്ദേഹത്തിൻ്റെ ബോധതലത്തിലേക്ക് വരുന്നതോട് കൂടിയിട്ട് പിന്നെ ഈ ഹവനകർമ്മം കേവലം ഒരു ചടങ്ങായിട്ട് മാറുകയും ഉള്ളിൽ അദ്ദേഹം ആ പരമമായ ബ്രഹ്മത്തെ ഉള്ളിൽ സാക്ഷാത്കരിക്കുകയും ചെയ്യും. അർത്ഥനിയാമകതയാ എന്ന് ഭരത ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഭരത രാജാവ് ഈ യാഗങ്ങൾ ചെയ്യുന്ന സമയത്ത്, ഓരോ ഹവനകർമ്മവും ചെയ്യുന്ന സമയത്ത് ആ മന്ത്രങ്ങളുടെ അർത്ഥം അദ്ദേഹം ശ്രദ്ധയോടുകൂടി മനനം ചെയ്തിട്ട് ഓരോരോ ദേവൻ, ഇന്ദ്രനെ വേണ്ടിയിട്ട്, അഗ്നിക്ക് വേണ്ടിയിട്ട്, നിർത്തിക്ക് വേണ്ടിയിട്ട്, യമന് വേണ്ടിയിട്ട്, വരുണന് വേണ്ടിയിട്ടൊക്കെയുള്ള ഈ ഹവനങ്ങളൊക്കെ തന്നെ വ്യത്യസ്ത ദേവന്മാരല്ല, ഈ ദേവന്മാരൊക്കെ തന്നെ ഭഗവാന്റെ ഓരോരോ അവയവങ്ങളായിട്ടും
ഭഗവാൻ അവയൊക്കെ ചേർന്നിരിക്കുന്ന ഒരു അവയവിയായിട്ടും ചിന്തിച്ചിട്ട് അദ്ദേഹം അനുദിനമേധമാനതയാനം, അനുദിനം വർദ്ധിച്ചു വരുന്ന ഭക്തിയോട് കൂടിയിട്ടാണ് അദ്ദേഹം ആ യാഗത്തിൽ ഹവിസ് ഭഗവാൻ അർപ്പിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ശരീരാഭിമാനത്തെ ഉപേക്ഷിക്കാൻ വേണ്ടി സാധിച്ചത്. നിരന്തരമായിട്ടുള്ള ഈ എന്താണ് ഇച്ഛാത്യാഗവും നിരന്തരമായിട്ടുള്ള ഭഗവാനിലേക്കുള്ള സമർപ്പണം ആയിട്ടും ഈ യാഗാദി ക്രിയകൾ അദ്ദേഹം ചെയ്തത് കൊണ്ടാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന പൂജാതി കർമ്മങ്ങളൊക്കെ തന്നെ എങ്ങനെയായിട്ട് മാറുമെന്നാണ് അവിടെ ഭരതൻ്റെ ആ ധ്യാനത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ഭഗവത് പരിചര്യ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഈ ക്രിയാകലാപങ്ങളൊക്കെ തന്നെ ഇടയിൽ അദ്ദേഹത്തിന് തെറ്റിപ്പോയ കുഴപ്പമില്ല. അവിടെ ചിലപ്പം ഈ ഭക്തിഭാവം കൊണ്ട് ചില സമയത്ത് ചെയ്യുന്നത് എന്താണെന്ന് ഓർമ്മയുണ്ടാവില്ല. ഏതാണ് ആദ്യം ചെയ്യേണ്ടത്? ആദ്യം ജലമാണോ അർപ്പിക്കേണ്ടത്, ഗന്ധമാണോ, പുഷ്പമാണോ, ദീപമാണോ, ധൂപമാണോ, ഏതാണ്? അതൊക്കെ ചില സമയത്ത് ക്രമം തെറ്റി ആയിക്കഴിഞ്ഞാലും ഭക്തിയുടെ ആധിക്യത്തിൽ, ഭക്തി അതിരേകത്തിൽ എന്തായി മാറും? ഇതൊക്കെ കർമ്മങ്ങളൊക്കെ പഴച്ചു പോയി എന്ന് വരിക. കർമ്മങ്ങൾ പഴിച്ചാലും ഉള്ളിലുള്ള ആ ഭഗവത് ധ്യാനത്തിന് ഒരു പഴവും പറ്റില്ല. ആ ഭഗവത് ധ്യാനത്തിൽ എത്തലാണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്നുള്ളത് കൊണ്ട് പിന്നെ നമ്മുടെ ആചരണങ്ങളൊക്കെ തന്നെ വെറും യാന്ത്രികമായ പ്രവൃത്തിയായിട്ട് മാറുകയും നമ്മൾ ഭഗവാനിൽ പൂർണ്ണമായിട്ട് ലയം സിദ്ധിക്കുകയും ചെയ്യും. അങ്ങനെ സിദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൃഥഗ്വിധ ദ്രവ്യ ഗുണക്രിയോക്തി, ക്രിയകൾ, ഉക്തി, മന്ത്രങ്ങൾ. ആ മന്ത്രങ്ങളും ഭഗവത് സ്വരൂപങ്ങളാണ്. ഭഗവാൻ ശബ്ദബ്രഹ്മമാണല്ലോ. ആ മന്ത്രങ്ങളും ഭഗവാന്റെ തന്നെ സ്വരൂപമാണ്, ഭഗവാൻ തന്നെയാണ് ആ മന്ത്രങ്ങൾ. പിന്നെയോ അർത്ഥ ആശയ ലിംഗനാമഭിഹി, അർത്ഥം, ആശയം, ലിംഗം, നാമം മുതലായിട്ട കാര്യങ്ങൾ. ദ്രവ്യങ്ങൾ എന്ന് പറയുന്നത് ശ്രീധരാചാര്യ ഇതിനൊക്കെ എടുത്തെടുത്ത് പറയുന്നത് ദ്രവ്യം വ്രീഹ്യാദി, വിർഹ്യാദി, വ്രീഹി മുതലായിട്ടുള്ള യവം മുതലായിട്ടുള്ള ധാന്യങ്ങൾ അർപ്പിക്കുന്ന ഹവസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെയൊക്കെയാണ് ദ്രവ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഗുണങ്ങൾ എന്ന് പറയുന്നത് ശുക്ലാദയ, വെളുത്ത വസ്തുക്കൾ, കറുത്ത വസ്തുക്കൾ, പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, വേവിച്ചത്, വേവിക്കാത്തത്, ഇങ്ങനെയുള്ള ദ്രവ്യം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ പല നിറത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാകും, പല നിറങ്ങളുണ്ടാകും, പല സ്വഭാവങ്ങളുണ്ടാകും വസ്തുക്കൾക്ക്. കർമ്മങ്ങൾ അവഘാതാദയ, ചിലത് ഇടിച്ചിട്ടും പിഴിഞ്ഞിട്ടും, സോമലത ഇടിച്ച് പിഴിഞ്ഞെടുക്കുന്നതാണ്. മറ്റത് വേവിച്ചിട്ടാണ് അന്നം ഹവിസ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ആ വസ്തുക്കൾ മേലെ നമ്മൾ ചെയ്യുന്ന ക്രിയകൾ, പലതരം ക്രിയകൾ വരും ഈ യാഗാദി കർമ്മങ്ങളിലൊക്കെ തന്നെ. മന്ത്രങ്ങൾ, മന്ത്രം, അർത്ഥ, ആശയ, പിന്നെ അർത്ഥോ അംഗസാധ്യ ഉപകാര എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആശയങ്ങൾ തന്നെ സങ്കല്പങ്ങളാണ്. ഓരോരോ യാഗത്തിൻ്റെ ഓരോ അംഗങ്ങൾക്കും വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവൃത്തികളാണ് അർത്ഥം എന്ന് പറയുന്നത്. നാമം എന്ന് പറയുന്നത് ഇന്ദ്രാദീനി എന്നാണ് പറയുന്നത്. നാമങ്ങൾ, ഇന്ദ്രായ സ്വാഹ, ഇന്ദ്രായ ഇദം നമമ, അഗ്നയേ സ്വാഹ, അഗ്നയേ ഇദം നമമ എന്നൊക്കെ ഈ മന്ത്രങ്ങളിൽ ഓരോ ദേവന്മാരുടെ പേര് പറഞ്ഞിട്ട് ചെയ്യുന്ന ഹോമങ്ങളും ഒക്കെയുണ്ട്. അതൊക്കെ തന്നെയാണ് നാമങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഈ യാഗാദി കർമ്മങ്ങളിൽ, ഇനി പൂജാതി കർമ്മങ്ങളിലായിക്കഴിഞ്ഞാലും അർത്ഥങ്ങളും ആശയങ്ങൾ, സങ്കല്പങ്ങൾ, ലിംഗം എന്ന് വെച്ചാൽ ലക്ഷണം എന്നൊക്കെയാണ് അർത്ഥം. പല രൂപങ്ങൾ, പല ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ള അനേക ഗുണ അധ്വര സമ്പദ്ധ്യത. അപ്പോൾ ഭഗവാൻ ഏകഗുണനായിരിക്കുന്ന അല്ലെങ്കിൽ ഗുണാതീതനായിരിക്കുന്ന അഗുണനായിരിക്കുന്ന ഭഗവാന്റെ സ്വരൂപം എന്തായി മാറി? അനേക ഗുണനായിട്ട് മാറി. മധുരമുള്ളത് മധുരമില്ലാത്തവനായിട്ടും ഒക്കെ പല പല ദ്രവ്യങ്ങൾ നമ്മൾ അർപ്പണം ചെയ്യുന്ന സമയത്ത് മധുരമുള്ളവനായിട്ടും മധുരമില്ലാത്തവനായിട്ടും ചവർപ്പുള്ളവനായിട്ടും എരിവുള്ളവനായിട്ടും ഒക്കെ മാറും. അല്ലെങ്കിൽ വെളുത്തവനായിട്ടും കറുത്തവനായിട്ടും ഒക്കെ മാറും. ഓരോ എത്ര ദ്രവ്യങ്ങളുണ്ടോ അത്രയധികം സ്വരൂപങ്ങൾ ഭഗവാൻ എടുത്ത് നിൽക്കുന്നു. ഭഗവാൻ അങ്ങ് സത്വഗുണമുള്ളവനായിട്ടും രജോ ഗുണമായിട്ടും തമോ ഗുണമായിട്ടും ഒക്കെ തന്നെ ഭഗവാൻ അവിടെ ശോഭിക്കുന്നു. നാനാരൂപങ്ങൾ സ്വീകരിച്ചും നാനാഭാവങ്ങൾ സ്വീകരിച്ചും നാനാ ഗുണങ്ങളെ സ്വീകരിച്ചുകൊണ്ടും ഈ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാനെ അപ്പോൾ നമ്മൾ അനേക ഗുണനായിട്ട് കാണുന്നു. അഗുണനായിരിക്കുന്ന ഭഗവാനെ അനേക ഗുണനായിട്ട് നമ്മൾ കാണുമ്പോഴാണ് അദ്ദേഹം അധ്വരനായിട്ട്, അധ്വരം എന്ന് വെച്ചാൽ യാഗം തന്നെയാണ് അധ്വരം, ആ അധ്വരനായിട്ട് യജ്ഞസ്വരൂപനായിട്ട് നമുക്ക് ആ ഭഗവാനെ ലഭിക്കുന്നു. യജ്ഞോ വൈ വിഷ്ണു എന്ന് വേദങ്ങൾ പറയുന്നുണ്ട്. യജ്ഞപതി എന്ന് പറഞ്ഞ് വിഷ്ണുവായിട്ട് തന്നെയാണ് വേദങ്ങളും പറഞ്ഞിട്ടുള്ളത്. വിഷ്ണുവിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് യജ്ഞത്തിൻ്റെ
സ്വരൂപം അദ്ദേഹമാണ്. യജ്ഞം തന്നെ ഭഗവാനാണ് എന്ന് പറയും, യജ്ഞം തന്നെ വിഷ്ണുവാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ യജ്ഞം ഭഗവത് സ്വരൂപമായിട്ട് തന്നെ ആണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ആശയമാണ് ഇവിടെ വരുന്നത്. ഇനി യജ്ഞം ഭഗവാനാണെന്ന് പറഞ്ഞു. അടുത്ത ശ്ലോകത്തിൽ ആ യജ്ഞം കൊണ്ട് നമ്മൾ സിദ്ധിക്കേണ്ടതായ യാഗഫലവും ഭഗവാൻ തന്നെയാണ് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ്. 34-ാമത്തെ ശ്ലോകം. പ്രധാനകാലാശയധർമ്മസംഗ്രഹേ ശരീര ഏഷ പ്രതിപദ്യചേതനാം ക്രിയാഫലത്വേന വിഭുർവിഭാവ്യത്തെ യഥാനലോ ദാരുഷു തദ്ഗുണാത്മക. ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്, പൃഥു രാജാവ് പറയുന്നത് എന്താണ്? പ്രധാനകാലാസ്യ ധർമ്മസംഗ്രഹേ ശരീരേ വിഭു ഏഷഃ ചേതനം പ്രതിപദ്യ ദാരുഷു അനലഃ യഥാ തദ്ഗുണാത്മകഃ ക്രിയാഫലത്വേന വിഭാവ്യത്തെ. പ്രധാനം, കാലം, ആശയം, ധർമ്മം മുതലായവയുടെ സംഗ്രഹമായിരിക്കുന്ന ഈ ശരീരത്തിൽ ഭഗവാൻ പ്രവേശിച്ചിട്ട്, അല്ലെങ്കിൽ ഈ ശരീരം സ്വീകരിച്ചിട്ട് എന്നാണ്. പ്രധാനം എന്ന് വെച്ചാൽ പ്രകൃതി, അവ്യക്ത പ്രകൃതിയാണ് പ്രധാനം എന്ന് പറയുന്നത്. പ്രധാനം പുരുഷൻ. ഭാഗവതത്തിൽ അനേക സ്ഥലങ്ങളിൽ ഇത് ഈ പ്രയോഗം പ്രധാനം എന്ന് പറയുന്നുണ്ട്. പ്രകൃതി തന്നെയാണ്, അവ്യക്ത പ്രകൃതിയാണ് പ്രധാനം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രകൃതി പ്രധത്തെ സർവ ആത്മനീരി എന്നാണ് പ്രധാനം എന്ന വാക്കിൻ്റെ നിരുക്തം. പിന്നെ കാലം, കാലം എന്ന് പറയുന്നത് ഈ പ്രകൃതിയെ ക്ഷോഭിപ്പിക്കുന്നതാണ് കാലം. സൃഷ്ടിയുടെ ആദ്യത്തിൽ ഈ പ്രകൃതി, അവ്യക്ത പ്രകൃതിയിലെ കാലശക്തി കാലശക്തി ആണ് അതിനെ ക്ഷോഭിപ്പിച്ചിട്ട് അതിലെ ഈ ഗുണങ്ങളെ പ്രകടമാക്കുന്നത്. പ്രകൃതിയിൽ ഈ ഗുണങ്ങളൊക്കെ ലയിച്ചിരിക്കുന്ന സത്വ രജ തമോ ഗുണങ്ങളെ, സത്വജ തമോ ഗുണങ്ങളെ കാലം ആണ് ക്ഷോഭിപ്പിക്കുന്നത്. കാലവും ഭഗവാന്റെ ശക്തി തന്നെയാണ്. ഭഗവാന്റെ കാലശക്തിയാണ് ഈ പ്രകൃതിയെ, മൂലപ്രകൃതിയെ ക്ഷോഭിപ്പിച്ചിട്ട് ഈ ഗുണങ്ങളെ പ്രകടമാക്കിയിട്ട് ഈ മൂന്ന് ഗുണങ്ങൾ പല പല അനുപാതത്തിൽ വികസിച്ചിട്ടാണ് ഈ പ്രപഞ്ച സൃഷ്ടി ഉണ്ടാകുന്നത്. അപ്പം കാലമാണ് പ്രകൃതിയുടെ ഗുണങ്ങളെ ക്ഷോഭിപ്പിക്കുന്നത്. പിന്നെ ആശയം, ആശയം എന്ന് പറയുന്നത് നമ്മുടെ അന്ധഃകരണത്തെ സൂചിപ്പിക്കുന്നതാണ്. വാസന എന്ന് ശ്രീധരീയത്തിൽ ഈ ആശയത്തെ വാസന എന്ന് പറഞ്ഞിരിക്കുന്നത്. ആശയം എന്ന് പറഞ്ഞാൽ അന്ധഃകരണം എന്നില്ലാത്തത് ഗീതയിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അഹമാത്മാ ഗുഡാകേശ സർവഭൂത ആശയസ്ഥിത എന്ന് പറയുന്നുണ്ട്. അപ്പം ആശയം എന്ന് പറഞ്ഞാൽ അന്ധഃകരണം എന്ന അർത്ഥത്തിലും എടുക്കാം, അന്ധഃകരണത്തിൽ ഉള്ള അടിഞ്ഞുകൂടിയിരിക്കുന്ന വാസന എന്ന അർത്ഥത്തിലും എടുക്കാം. അപ്പോൾ ആശയം. അപ്പോൾ നമ്മുടെ ഒരു മനുഷ്യജീവൻ ഉണ്ടാകണമെങ്കിൽ, ഒരു മനുഷ്യജന്മം ഉണ്ടാകണമെങ്കിൽ അതിൽ ഈ പ്രകൃതി, പ്രധാനമെന്ന് പറയുന്ന മൂലപ്രകൃതിയും ആ പ്രകൃതിയെ ക്ഷോഭിപ്പിക്കുന്നതായ കാലവും, പിന്നെ അതിനകത്ത് ഈ നമ്മുടെ മനോബുദ്ധി അഹങ്കാര ചിത്താദികളാകുന്ന അന്ധഃകരണങ്ങൾ അതിൽ ചേർന്ന് വരണം. പിന്നെ ഇതൊക്കെ ചേർന്നിരിക്കുന്നതായ ഈ ശരീരത്തിൽ, ഇവയുടെ സംഗ്രഹമായിരിക്കുന്ന ഈ ശരീരത്തിൽ ചേതനാം പ്രതിപദ്യ, ബുദ്ധിവൃത്തിയെ നേടിയിട്ട് ഇതിനകത്ത് ഭഗവാൻ പ്രവേശിച്ച് ബുദ്ധിയുടെ പ്രവർത്തനത്തെ കൂടി ഭഗവാൻ നേടിയിട്ട്, അല്ലെങ്കിൽ ബുദ്ധിയിലേക്ക് ഭഗവാൻ സന്നിവേശിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ തദ്ഗുണാത്മക ക്രിയാഫലത്വേന വിഭാവ്യത്തെ ദാരുഷു അനലഹ യഥാ. വിറകല് അഗ്നി എന്നത് പോലെ, വിറകിനകത്ത് അഗ്നി ഉള്ളതുകൊണ്ടാണ് ഇതിനെ നമുക്ക് കത്തിച്ച് ഭസ്മമാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഓരോ വിറകിലും അഗ്നിയുടെ അളവും അഗ്നിയുടെ സ്വഭാവവും വ്യത്യസ്തമായ രീതിയിലായിരിക്കും. അതുപോലെ ഓരോ ശരീരത്തിലും ആ ശരീരത്തിൽ ആ വ്യക്തിയുടെ പൂർവ്വവാസനകൾക്കനുസരിച്ചിട്ടുള്ള കർമ്മങ്ങളെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചുകൊണ്ട് ഉള്ളിൽ അന്തര്യാമിയായിരിക്കുന്ന ഈശ്വരൻ ശോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ദാരുഷു അനലഹ യഥാ. എന്നിട്ട് ക്രിയാഫലത്വേന വിഭാവ്യത. എന്നിട്ട് ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ക്രിയാഫലം, നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലം അനുഭവവേദ്യമാക്കി തരികയും ചെയ്യുന്നു. അപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലസ്വരൂപിയായിട്ട് ഇരിക്കുന്നതും ഭഗവാനാണ്. ഞാൻ സുഖിക്കുന്നു, ഞാൻ ദുഃഖിക്കുന്നു എന്നുള്ള അനുഭവങ്ങളൊക്കെ ഇതിനകത്തിരുന്നു കൊണ്ട് നമുക്ക് ഉണ്ടാക്കി തരുന്നതും അന്തര്യാമിയായിരിക്കുന്ന
ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്ന് ആണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ അതിലൂടെ നമ്മൾ അനുഭവിക്കുന്ന സുഖവും ദുഃഖവും എല്ലാം ആനന്ദ സ്വരൂപമാണ്. സുഖവും ദുഃഖവും ഒക്കെ തന്നെ ആനന്ദത്തിൻ്റെ സ്വരൂപമാണ് എന്നാണ് നമ്മുടെ ശാസ്ത്രം പറയുന്നത്. ഏതസ്യൈവ ആനന്ദസ്യ മാത്രം അന്യാനി ഭൂതാനി ഉപജീവന്തി. ആ ബ്രഹ്മസാക്ഷാത്കാര സുഖത്തിൻ്റെ ഒരംശമാണ് ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് നേടുന്ന സുഖവും എന്നാണ് വേദങ്ങൾ പറയുന്നത്. പക്ഷെ ആ സുഖം അപരിമേയമായ സുഖമാണ്. ബ്രഹ്മസാക്ഷാത്കാരം കൊണ്ടുണ്ടാകുന്ന സുഖം അപരിമേയമായ അനന്തമായ സുഖമാണെങ്കിൽ അതിൻ്റെ കോടിയിലൊരംശമാണ്, അതിൻ്റെ ഒരു മാത്രയാണ്, ചെറിയൊരു മാത്രയാണ് നമ്മൾ ഭക്ഷണം കഴിച്ച് വയറ് നിറയുമ്പോൾ ഉണ്ടാകുന്ന സുഖം, ലൈംഗിക സുഖം കൊണ്ടുണ്ടാകുന്നത്, ഉറക്കം കൊണ്ടുണ്ടാകുന്ന സുഖം, ഇന്ദ്രിയങ്ങളിൽ നേടുന്ന എല്ലാ സുഖവും എന്താണ്? ആ ബ്രഹ്മാനന്ദ സുഖത്തിൻ്റെ ഒരു അംശമാണ്. അപ്പോൾ ഈ അംശം ആയിരിക്കുന്ന സുഖത്തിലാണ് നമ്മൾ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത്. കോടിയിലൊരു അംശം മാത്രം കിട്ടുന്ന ഈ സുഖത്തിലാണ് നമ്മൾ ഭ്രമിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അനേക കോടി മടങ്ങായിരിക്കുന്ന ഈശ്വര സാക്ഷാത്കാര സുഖത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത് ഈ ശരീരസുഖം കൊണ്ട്. പക്ഷെ നമ്മൾ ഇതിനകത്ത് തന്നെ കുടുങ്ങിപ്പോകുന്നു. അതുകൊണ്ട് ആ സുഖം, ഈ കിട്ടുന്ന സുഖം, ഈ ദുഃഖവും അതെ. കാരണം ദുഃഖിക്കുന്ന സമയത്തും നമ്മുടെ അന്തരാത്മാവിൽ ഒരു സുഖമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ എന്തെങ്കിലും തരത്തിലുള്ള കഷ്ടതകൾ വരുന്ന സമയത്ത് നമ്മൾ ഉറക്കെ കരയുന്നതിന് വേണ്ടിയിട്ടാണ്, ഒരു സുഖം കിട്ടാൻ വേണ്ടിയിട്ട് കരഞ്ഞിട്ട് അതങ്ങ് തീർക്കുക. ആ ദുഃഖിക്കുന്ന സമയത്ത് നമുക്കൊരു ഉള്ളിലൊരു ആനന്ദം ഉണ്ടാകുന്നത്. ദുഃഖം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് വെച്ചാൽ ദുഷ്ടം ഖനതി ഇതി ദുഃഖം എന്നാണ്. ദുഷിച്ചതിനെ നമ്മൾ വീണ്ടും മാന്തിയെടുക്കുകയാണ്. ഒരു തവണ നമ്മൾ കുഴിച്ചു മൂടിയത് ആണ് നമുക്ക് കഷ്ടം ഉണ്ടാക്കുന്ന, നമുക്ക് ഇഷ്ടമില്ലാത്ത ചില അനുഭവങ്ങൾ എപ്പോഴോ ഉണ്ടായതിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെ മറന്നിട്ട് എന്തൊക്കെയോ നമ്മൾ പല ചേഷ്ടകളിലും നമ്മൾ ഇടപെടുന്നു. പല പ്രവൃത്തികളും നമ്മൾ ചെയ്തുകൊണ്ടാണ് ഇതിനെ മറക്കുന്നത്. പക്ഷേ ഏകാന്തത്തിൽ ഇരിക്കുന്ന സമയത്ത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ഖനതി, ഇതിനെ കുഴിച്ചെടുത്തിട്ട് വീണ്ടും അയ്യോ കഴിഞ്ഞ വർഷം എൻ്റെ ആ 10 ലിറ്റർ കറക്കുന്ന പശു ചത്തുപോയല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് വീണ്ടും ദുഃഖം കൊണ്ടുവരും. മരിച്ചുപോയ ആളിനെക്കുറിച്ച്, നഷ്ടപ്പെട്ട വസ്തുവിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ആലോചിച്ച് പരിതപിക്കുന്നതിനെയാണ് ദുഃഖം എന്ന് പറയുന്നത്. അങ്ങനെ ആലോചിച്ചിട്ട് വീണ്ടും വീണ്ടും ഇതിനെ നമ്മൾ കുഴിച്ചെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിലൂടെ നമുക്കൊരു ആനന്ദം ഉണ്ടാകുന്നുണ്ട്. കരയുന്നതിലൂടെയും ദുഃഖിക്കുന്നതിലൂടെ അനുശോചിക്കുന്നതിലൂടെ ഒക്കെ തന്നെ ഒരു ആനന്ദം നമ്മുടെ അന്ധകരണം അനുഭവിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ആനന്ദം ഭഗവാന്റെ സ്വരൂപമാണ്. ആ ആനന്ദം എന്ന് പറയുന്നത് നമ്മുടെ കർമ്മങ്ങളുടെയൊക്കെ ഫലം നമുക്ക് ഭഗവാൻ തരുന്നതാണ് ഈ ആനന്ദം എന്നാണ്. അപ്പോൾ കർമ്മവും ഭഗവാനാണ്, കർമ്മഫലവും ഭഗവാനാണ്. യാഗങ്ങളും ഭഗവാനാണ്. യാഗത്തിലൂടെ കിട്ടേണ്ടതായ ആ സുഖവും, അത് ഇഹലോക സുഖവും പരലോക സുഖവും മോക്ഷസുഖവും. ഇതാണ് സ്വർഗാപവർഗാദയ. വർഗം, സ്വർഗം, അപവർഗം. വർഗം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് അനുഭവിക്കേണ്ടതായ ഇന്ദ്രിയ സുഖങ്ങളെയാണ് വർഗം എന്ന് പറയുന്നത്. സ്വർഗം എന്ന് പറയുന്നത് മരണശേഷം നമ്മൾ അനുഭവിക്കുന്നതായ ദിവ്യലോകങ്ങളുടെ സുഖമാണ് സ്വർഗം എന്ന് പറയുന്നത്. പിന്നെയാണ് ഈ അപവൃജ്യത്തെ ഇത് അപവർഗ. ഈ പറയുന്ന വർഗങ്ങളൊക്കെ തന്നെ വർജനം ചെയ്തിട്ട് ഉപേക്ഷിച്ചുകൊണ്ട് നേടുന്ന ഇന്ദ്രിയാതീതമായിരിക്കുന്ന നിത്യസുഖമാണ് അപവർഗം എന്ന് പറയുന്നത്. ഈ സുഖങ്ങളൊക്കെ നമുക്ക് പ്രദാനം ചെയ്യുന്ന ആ സുഖങ്ങളൊക്കെ തന്നെ ഭഗവാന്റെ സ്വരൂപം തന്നെയാണ്. അടുത്ത ശ്ലോകം ഭുക്കായിരിക്കുന്ന യജ്ഞാധിപതിയായിരിക്കുന്ന ആ ഭഗവാന്റെ ഭജനം ചെയ്യുന്ന ആളുകളെക്കുറിച്ച് ആണ് പറയുന്നത്, ഭക്തന്മാരെ കുറിച്ചാണ് പറയുന്നത്. ഭക്തന്മാരായിരിക്കുന്ന പ്രജകളെക്കുറിച്ചാണ് പൃഥു മഹാരാജാവ് ഇവിടെ പറയുന്നത്. അഹോ മമാമീ വിതരന്ത്യനുഗ്രഹം ഹരിം ഗുരും യജ്ഞഭുജാമധീശ്വരം സ്വധർമ്മയോഗേന യജന്തി മാമകാ നിരന്തരം ക്ഷോണിതലേ ദൃഢവ്രതാ. യജ്ഞഭുജാം അധീശ്വരം ഗുരും ഹരിം ക്ഷോണിതലേ ദൃഢവ്രതാഃ മാമകാഃ യേ സ്വധർമ്മയോഗേന നിരന്തരം യജന്തി അമീ മമ അനുഗ്രഹം വിതരന്തി. അഹോ, അഹോ എന്ന് പറയുന്നത് ഒരു അത്ഭുതമായ വ്യാക്ഷേപകമായിരിക്കുന്ന ഒരു വികാരപ്രകടനമാണ് അഹോ എന്ന് പറയുന്നത്. യജ്ഞഭുജാം അധീശ്വരം ഗുരും ഹരിം. യജ്ഞഭുക്കുകളുടെ
അധീശ്വരനായി യജ്ഞത്തെ ഭുജിക്കുന്ന, യജ്ഞത്തിൽ നമ്മൾ സമർപ്പിക്കുന്നതായ ഹവിസ് മുതലായ ദ്രവ്യങ്ങളൊക്കെ ഭുജിക്കുന്ന അഗ്നിയായാലും ഇന്ദ്രനായാലും വരുണനായാലും അങ്ങനെയുള്ള ദേവന്മാരുടെയൊക്കെ അധീശ്വരനായിരിക്കുന്ന ആ യജ്ഞപതിയായിരിക്കുന്ന സാക്ഷാൽ ആ ശ്രീകൃഷ്ണ ഭഗവാനെ, യജ്ഞമൂർത്തിയെ, എല്ലാറ്റിനെയും എല്ലാ പാപങ്ങളെയും ഹരിക്കുന്ന, ദുഃഖത്തെ ഹരിക്കുന്നവനും അതുപോലെ നമ്മളെ ജ്ഞാനത്തിലേക്ക് നയിക്കുന്നവനുമായ ഗുരുവും ആയിരിക്കുന്ന ആ ഭഗവാനെ ക്ഷോണിതലെ ഈ ഭൂമിയിലിരുന്നു കൊണ്ട് ദൃഢവ്രതന്മാരായിട്ടുള്ള എൻ്റെ ആളുകൾ, മാമകാഹ, എൻ്റെ പ്രജകളായിരിക്കുന്ന നിങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു? ദൃഢമായ വ്രതങ്ങളെ എടുത്തുകൊണ്ട് നിങ്ങൾ സ്വധർമ്മയോഗേന നിരന്തരം യജന്തി. നിങ്ങൾ സ്വധർമ്മം കൊണ്ട് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാദികളായിരിക്കുന്ന നിങ്ങളൊക്കെ തന്നെ അവരവരുടെ സ്വധർമ്മങ്ങളെ ഈശ്വരാരാധനയായി കണ്ട് യജനം ചെയ്യുന്നതിലൂടെ, കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്തിരിക്കുന്നു? മമ അനുഗ്രഹം വിതരന്തി. നിങ്ങളൊക്കെ എന്നെ അനുഗ്രഹിക്കുകയാണ്. നിങ്ങൾ യാഗങ്ങൾ ചെയ്യുന്നു, നിങ്ങൾ യുദ്ധം ചെയ്യുന്നു, ക്ഷത്രിയന്മാർ യുദ്ധം ചെയ്യുന്നു, വൈശ്യന്മാർ സാമ്പത്തികമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു, ശൂദ്രന്മാർ സേവാവൃത്തികൾ ചെയ്യുന്നു. ഇതൊക്കെ നിങ്ങൾ ഈശ്വരപരമായിട്ട്, ഈശ്വര സമർപ്പണമായിട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കുള്ള സുഖം നേടുന്നു എന്ന് മാത്രമല്ല, നിങ്ങൾക്കുള്ള ദിവ്യലോകങ്ങൾ നിങ്ങൾ നേടുന്നു എന്ന് മാത്രമല്ല, നിങ്ങളെ ഭരിക്കുന്ന രാജാവായിരിക്കുന്ന എനിക്കും പുണ്യം വർദ്ധിച്ച് എനിക്കുള്ള പുണ്യലോകങ്ങളും നിങ്ങളാണ് നൽകുന്നത്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് അനുഗ്രഹം ചൊരിയുകയാണ്. അതാണ് അഹോ എന്ന് പറഞ്ഞു. നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ടുമാണല്ലോ ഈ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ സ്വധർമ്മയോഗങ്ങളെ കൊണ്ട്, സ്വധർമ്മയോഗം എന്നുള്ളതിന് ശ്രീധരാചാര്യർ ഭക്തിയോഗേന എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സ്വധർമ്മം എന്ന് പറയുന്നത് സ്വസ്യധർമ്മം, അത് ഭക്തിയോഗമാണ് എന്ന് തന്നെ ശ്രീധരാചാര്യരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭക്തിയോഗം കൊണ്ട് ഭഗവാനെ ഭജിക്കുന്നതിലൂടെ എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ മാമകാഹ യജ്ഞഭുജാം അധീശ്വരം നിരന്തരം യജന്തി എന്നൊക്കെയുള്ള വാക്കുകളിൽ വാസ്തവത്തിൽ യാഗം ചെയ്യുന്നത് ബ്രാഹ്മണരാണല്ലോ യാഗം ചെയ്യുന്നത്. അപ്പോൾ ബ്രാഹ്മണ പരാമർശനായ ഉക്തം എന്നൊക്കെ വംശീധരി സ്വാമികൾ പറയുന്നുണ്ട്. ബ്രാഹ്മണരെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇനി പറയാൻ പോകുന്നത് ബ്രാഹ്മണരെ കുറിച്ചാണ്, ബ്രാഹ്മണ മഹത്വമാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ട് അവർ ചെയ്യുന്ന യാഗങ്ങളെ ഫലം മറ്റെല്ലാ വർണ്ണങ്ങൾക്കും കിട്ടുന്നത് കൊണ്ട് എന്ന് പ്രത്യേകം പിന്നെ അതിനൊരു ഔചിത്യം പറയുന്നത് തസീവാനുഗ്രഹേണ അന്യേ ഭുഞ്ചതേ ക്ഷത്രിയാദയ എന്ന് പറയുന്നുണ്ട്. ബ്രാഹ്മണനാണ് യാഗാദി കർമ്മങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ആ യാഗാദി കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ യാഗത്തിൽ ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ഒക്കെ അവരവരുടേതായ ചില ദൗത്യങ്ങളുണ്ട്. ഇപ്പം ചമത കൊണ്ടുവരാൻ ആരാണ് കൊണ്ടുവരേണ്ടത്? അതിന് നിയോഗിക്കപ്പെടുന്ന ശൂദ്രാദി വർഗങ്ങളുണ്ട്. അതിന് ധനസഞ്ചയം ചെയ്യേണ്ടത് വൈശ്യനാണ്. ക്ഷത്രിയനാണ് യാഗത്തിന് വേണ്ടി രക്ഷ ചെയ്യേണ്ടതും മറ്റ് എല്ലാ സമ്പത്തുമൊക്കെ തന്നെ, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന രക്ഷണം ചെയ്യേണ്ടത് ക്ഷത്രിയനാണ്. ബ്രാഹ്മണൻ്റെ തപസ്, ബ്രാഹ്മണൻ്റെ മന്ത്രശക്തിയൊക്കെ അതിൽ ചേരണം. അപ്പോൾ ഒരു യാഗം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ കർമ്മത്തിൻ്റെ ഋത്തുക്കളായിട്ട് ബ്രാഹ്മണരാണ് വരുന്നതെങ്കിലും അതിന് സഹായം ചെയ്യുന്നവരായിട്ട് ആ യാഗം പൂർത്തീകരിക്കണമെങ്കിൽ 4 വർണ്ണങ്ങളിലും പെട്ട ആളുകളുടെ പരസ്പരമായ ഒരു സഹവർത്തിത്വമൊക്കെ ആവശ്യമാണ്. പക്ഷെ അവരുടെയൊക്കെ തന്നെ പ്രതിനിധിയായിട്ട് ഈ യാഗത്തിലെ പ്രധാന കർമ്മങ്ങൾ ചെയ്യുന്നത് ബ്രാഹ്മണൻ ആയതുകൊണ്ട് അവിടെ ബ്രാഹ്മണരെ അഭിസംബോധന ചെയ്തതിൽ യാതൊരു യുക്തിഭംഗവും ഇല്ല എന്നും പറയുന്നത്. അതുകൊണ്ടാണ് ദൃഢവ്രതാഹ എന്നൊക്കെയുള്ള പ്രയോഗം വന്നിട്ടുള്ളത് എന്നാണ് ശ്രീധരാചാര്യരും വംശീധരാചാര്യരൊക്കെ തന്നെ ഈ ശ്ലോകത്തിൽ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. കാരണം ഇനി പറയാൻ പോകുന്നത് ആ ബ്രാഹ്മണന്റെ മഹത്വമാണ് എന്നുള്ളത് കൊണ്ട്. അടുത്ത ശ്ലോകം 36-ാമത്തെ ശ്ലോകം നോക്കാം. മാജാതു തേജ പ്രഭുവേൻ മഹർദ്ധിഭിഃ തിതിക്ഷയാ തപസാ വിദ്യയാ ച ദേദീപ്യമാനേ അജിതദേവതാനാം കുലേ സ്വയം രാജകുലാദ്വിജാനാം. അങ്ങനെ അവിടെ ആ ദ്വിജകുലത്തിൻ്റെ മഹത്വം, ബ്രാഹ്മണകുലത്തിൻ്റെ മഹത്വം ആണ് ഇനിയുള്ള 2-3-4 ശ്ലോകത്തിലായിട്ട് പറയുന്നത്. അജിതദേവതാനാം ദ്വിജാനാം തിതിക്ഷയാ തപസാ വിദ്യയാ
ദേദീപ്യമാനേ കുലേ രാജകുലാത് മഹർധിഭിഹി തേജ ജാതു മാ പ്രഭവേത്. അതുകൊണ്ട് ബ്രാഹ്മണകുലത്തെ ഒരിക്കലും ക്ഷത്രിയന്മാർ അവരുടെ ധനസമൃദ്ധികളിൽ അഹങ്കരിച്ചിട്ട് ബ്രാഹ്മണകുലത്തിൻ്റെ മേലെ തൻ്റെ ശക്തി, പണ്ട് വേനൻ ചെയ്ത കാര്യമാണ്, തൻ്റെ അച്ഛൻ ചെയ്ത വന്നുപോയ അബദ്ധത്തെക്കുറിച്ചാണ് അദ്ദേഹം ഇവിടെ ഓർമ്മിച്ചിട്ട് പറയുന്നത്. ക്ഷത്രിയന് അവൻ്റെ ഐശ്വര്യം കൊണ്ടും അധികാരം കൊണ്ടുമുള്ള ആ അഹങ്കാരവും മതവും വന്നിട്ട് ബ്രാഹ്മണകുലത്തിൻ്റെ മേലെ അവരുടെ ആ തേജസ്സിനെ പ്രകടിപ്പിക്കാൻ പാടില്ല, പ്രയോഗിക്കാൻ പാടില്ല എന്നാണ് ഇവിടെ അദ്ദേഹം പറയുന്നത്. അജിതദേവതാനാം ദുജാനം, ഭഗവാനെ ദേവനായിട്ട്, ഭഗവാനെ ഉപാസനാമൂർത്തിയായിട്ട് സ്വീകരിച്ചിട്ടുള്ള ദ്വിജന്മാരുടെ, ബ്രാഹ്മണരുടെ തിതിക്ഷയാ തപസാ വിദ്യയാ ദേദീപ്യമാനേ കുലേ, ആ ബ്രാഹ്മണരുടെ തിതിക്ഷ എന്ന് വെച്ചാൽ ക്ഷമാശക്തിയാണ്, സഹനശക്തിയാണ്. സഹനം സർവ്വദുഃഖാനാം എന്നാണ് തിതിക്ഷയുടെ ലക്ഷണം. സർവ്വദുഃഖങ്ങളെയും ക്ഷമിക്കാനുള്ള ബ്രാഹ്മണരുടെ ആ ഗുണം ആ തിതിക്ഷ കൊണ്ട്, തപസ് കൊണ്ട്, ജ്ഞാനം കൊണ്ട്, ദേദീപ്യമാനേ കുലേ, അങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന, പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതായ ആ ബ്രാഹ്മണരുടെ കുലത്തിൽ രാജകുലാത് മഹർധിഭിഹി, രാജകുലത്തിൽ ജനിച്ചതുകൊണ്ട് നേടിയെടുത്ത ഈ ഐശ്വര്യം കൊണ്ട് നേടിയെടുത്ത തേജസ്, അതിൻ്റെ ആ വീര്യം, രാജാവിൻ്റെ ക്ഷത്രിയൻ്റെ ആ വീര്യത്തെ മാ ജാതു ഒരിക്കലും ബാധിക്കാൻ പാടില്ല. അതിന് മേലെ ആ തേജസ്, ആ ശക്തിയെ പ്രയോഗിച്ചു പോകാൻ പാടില്ല. അപ്പോൾ ബ്രാഹ്മണരെ ഒരു കാലത്തും ഉപദ്രവിക്കാൻ പാടില്ല. ബ്രാഹ്മണർ എന്ന വാക്കിന് ഇന്നത്തെ കാലത്ത് നമുക്ക് ബ്രാഹ്മണ ശബ്ദത്തിന് അറിവുള്ളവർ, തപസ് ചെയ്യുന്നവർ, ഉപാസനാശക്തി ഉള്ളവർ എന്നൊക്കെ നമ്മൾ അർത്ഥമെടുക്കേണ്ടി വരും. കാരണം ഇന്നിപ്പോൾ ചാതുർവർണ്ണ്യം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇല്ല. എന്ന് മാത്രമല്ല, ബ്രാഹ്മണ കുലം എന്ന് പറയുന്ന കുലത്തിൽപ്പെട്ട ആളുകൾ എല്ലാവരും ആ ബ്രാഹ്മണ ഗുണങ്ങൾ ഉള്ളവരാണെന്ന് ചോദിച്ചാൽ ആകണമെന്നില്ല. വേദാധ്യായം എന്ന് പറയുന്നത് ഇന്ന് ലോപിച്ച് നാമമാത്രമായിട്ട് ചില ആളുകൾ മാത്രം ഒതുങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ ബ്രാഹ്മണ ശബ്ദത്തിന് അർത്ഥമൊക്കെ മാറിയിരിക്കുന്നു. ബ്രഹ്മജ്ഞാനേതു ബ്രഹ്മജ്ഞാനം എന്ന് വെച്ചാൽ വേദത്തെ കൊണ്ടു നടക്കുക എന്നാണ്. വേദങ്ങളെ, ബ്രഹ്മശബ്ദത്തിന് വേദം എന്നുള്ള ഒരു വിശേഷമായ അർത്ഥമുണ്ട്. അപ്പോൾ വേദത്തെ അറിഞ്ഞവനാണ് ബ്രാഹ്മണൻ. അപ്പോൾ വേദത്തിനെ ഉപേക്ഷിച്ചിട്ട് നിത്യവൃത്തിക്ക് വേണ്ടി കുറച്ച് പൂജാകർമ്മങ്ങൾ മാത്രം പഠിച്ച് നടക്കുന്ന ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞ എല്ലാവരാലും പൂജിക്കപ്പെടണം എന്ന് പറയാൻ സാധിക്കില്ല വാസ്തവത്തിൽ. അപ്പോൾ അവിടെ അജിതദേവതാനാം ദ്വിജാനാം ഇത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. ബ്രാഹ്മണനായാൽ മാത്രം പോരാ, ഭഗവാനെ ഭജിക്കുന്നവരായിരിക്കണം. വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ. ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ജ്ഞാനികളിൽ വെച്ചും ശ്രേഷ്ഠന്മാരായിരിക്കുന്നവരാരാണ്? വാസുദേവൈക നിലയ എന്ന് ഭാഗവതത്തിലും വാസുദേവ സർവമിതി, വാസുദേവനായിരുന്ന ശ്രീകൃഷ്ണ ഭഗവാനാണ് സർവത്ര വ്യാപിച്ച് നിൽക്കുന്നത് എന്ന് അറിഞ്ഞിട്ടുള്ള ജ്ഞാനിയാണെങ്കിൽ അത്തരം മഹാത്മാക്കൾ സുദുർലഭരാണ്. അന്ന് തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ദ്വാപരയുഗത്തിൽ ഗീതോപദേശത്തിൽ ഭഗവാൻ പറഞ്ഞിരിക്കുകയാണ്, സമഹാത്മാ ദുർലഭമാണ് അങ്ങനത്തെ ആളുകൾ എന്ന് 5000 വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം കലിയുഗത്തിൽ നമുക്ക് പിന്നെ പറയാനില്ലല്ലോ എന്നുള്ളൊരു അർത്ഥാപത്തി നമുക്ക് അതിൻ്റെ ആശയം എടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ദുർലഭമാണ്, അത്തരം സമ്പൂജ്യരായിരിക്കുന്ന ആളുകൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഏതൊക്കെ വ്യക്തികളാണോ വേദത്തെ മനനം ചെയ്ത് ഉറപ്പിച്ചിട്ടുള്ളത്, ശാസ്ത്രങ്ങൾ അധ്യയനം ചെയ്തിട്ടുള്ളത്, അത് ലോകസംഗ്രഹത്തിന് വേണ്ടിയിട്ട്, ലോകരക്ഷണത്തിന് വേണ്ടിയിട്ട് അത് വ്യാഖ്യാനിച്ച് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ആളുകൾക്ക് നല്ല സന്മാർഗം ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ട് സാത്വികമായ ജീവിതം നയിച്ചുകൊണ്ട് തപസ്സും സ്വാധ്യായവുമായിട്ട് കഴിയുന്ന ആളുകൾ അപൂർവമായിട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, എന്നാൽ ഇപ്പം പറയാൻ നമുക്ക് സാധിക്കുള്ളൂ, അപൂർവമായിട്ട് അത്തരം മഹാത്മാക്കൾ ഉണ്ടെങ്കിൽ അവരെ ഭഗവാനായിട്ട് തന്നെ കണ്ടിട്ട് ഭജിക്കണം, പൂജിക്കണം, അവരുടെ പാദകമലങ്ങളിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കണം എന്നാണ് ഈ ശ്ലോകത്തിലും ഇനി വരുന്ന ശ്ലോകങ്ങളിലൊക്കെ തന്നെ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് കുറച്ച് പെട്ടെന്ന് നമുക്ക് പോവാം, സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ബ്രഹ്മണ്യദേവ പുരുഷ പുരാതനോ നിത്യം ഹരിര്യച്ചരണാഭിമന്ദനാത്
അപാപലക്ഷ്മീമനവായിനീം യശഃ ജഗത്പവിത്രം ച മഹത്തമാഗ്രണീ. ഇവിടെ ഈ ബ്രാഹ്മണ മാഹാത്മ്യം പറയാൻ വേണ്ടിയിട്ട് ഭഗവാൻ പോലും ബ്രാഹ്മണരുടെ പാദങ്ങളെ ഭജിക്കുന്നു എന്ന് ഒരു അർത്ഥം പറയപ്പെട്ടിട്ടുണ്ട്. പ്രസിദ്ധമായ വ്യാഖ്യാനങ്ങളിലൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. അല്ലാതെയും പറഞ്ഞിട്ടുണ്ട്. നോക്കാത് നിത്യം യച്ചരണാഭിവന്ദനാത് ബ്രഹ്മണ്യദേവ പുരാതന പുരുഷ ഹരി മഹത്തമാഗ്രണീ ബഭൂവ ജഗത്പവിത്രം യശഃ അനപായിനീം ലക്ഷ്മീം അവാപ. നിത്യേനയുള്ള ചരണ പ്രണാമം കൊണ്ട്, ചരണാഭിവന്ദനം കൊണ്ട്, പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നതിലൂടെ, യാതൊരുത്തരുടെ പാദകമലങ്ങളെ നമസ്കരിക്കുന്നതിലൂടെ ബ്രഹ്മണ്യദേവനായിട്ടുള്ള ബ്രാഹ്മണ പൂജകനായിട്ടുള്ള പുരാണ പുരുഷനായിരിക്കുന്ന സാക്ഷാൽ ഹരി ശ്രീഹരി ഭഗവാൻ മഹത്തമാഗ്രണീഹി ബഭൂവ, അത് മഹാത്മാക്കളിൽ വെച്ച് ഏറ്റവും അഗ്രഗണ്യനായിട്ട് മാറിയോ. വിഷ്ണു സർവപൂജ്യനായിട്ട് മാറിയത്, സർവാരാധ്യനായിട്ട് മാറിയത് അദ്ദേഹം ബ്രാഹ്മണ ചരണാരവിന്ദങ്ങളെ പൂജിച്ചിട്ടാണ് എന്നുള്ള പുരാണ പ്രസിദ്ധമായ ചില കഥകളൊക്കെ ഉണ്ട്. ഭൃഗു മഹർഷിയൊക്കെ തന്നെ അദ്ദേഹം ആദരിക്കുന്നതും നമസ്കരിക്കുന്നതും ഭാഗവതത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. സനകാദ്യ മഹർഷിമാർ ഭഗവാനെ കാണാൻ വന്ന സമയത്ത് അവർ ശപിച്ചല്ലോ, ഭഗവാന്റെ പാർഷദന്മാരെ ശപിച്ച സന്ദർഭത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, എന്താണ്, ഘൃതപുളത, ഞാൻ ബ്രാഹ്മണ മുഖത്ത് അർപ്പിച്ച അന്നം കൊണ്ടാണ് ഞാൻ സന്തോഷിക്കുന്നത്, അഗ്നിയിൽ ഹവനം ചെയ്തതിനേക്കാൾ സന്തോഷിക്കുന്നത് അങ്ങനെയാണെന്ന്. ഇവിടെയും അത് വരുന്നുണ്ട്. അടുത്ത ശ്ലോകത്തിൽ അങ്ങനെ ഒരു അർത്ഥം വരുന്നുണ്ട്. അപ്പോൾ ഭഗവാന് യാഗാദി കർമ്മങ്ങളെക്കാൾ ഭഗവാൻ സന്തോഷിക്കുന്നത് ബ്രാഹ്മണന് അന്നം കൊടുത്തിട്ട് ആണ് ഭഗവാൻ സന്തോഷിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഹരിഹി ഭഗവാൻ, ശ്രീഹരി ഭഗവാൻ ബ്രാഹ്മണരുടെ പാദകമലങ്ങളെ ഭജനം ചെയ്തിട്ടാണ് ലോകം മുഴുവൻ പൗത്രീകരിക്കുന്നതായ കീർത്തിയെയും അതുപോലെ ഒരിക്കലും നശിക്കാത്തതായ ലക്ഷ്മിയെയും ഐശ്വര്യത്തെയും ഭഗവാൻ നേടിയത് ബ്രാഹ്മണാനുഗ്രഹം കൊണ്ടാണ് എന്നാണ് അതൊരു അർത്ഥവാദമായിട്ട് എടുക്കാം. കാരണം ഒരു വസ്തുവിനെ പ്രകീർത്തിക്കാൻ വേണ്ടിയിട്ടും നിന്ദിക്കാൻ വേണ്ടിയിട്ടും കുറെ അതിശയമായിട്ട് വർണ്ണിക്കുക എന്ന് പറയുന്നത് പുരാണങ്ങളിലൊക്കെ തന്നെ മറ്റ് ഗ്രന്ഥങ്ങളിലും ഗ്രന്ഥലക്ഷണമായിട്ടുള്ള അർത്ഥവാദം എന്നാണ് ഇതിന് പറയാറുള്ളത്. ആ അർത്ഥവാദമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ സ്വീകരിക്കാവുന്നതാണ്. പക്ഷെ ഇവിടെ മറ്റൊരർത്ഥം ശ്രീധരീയത്തിലും മറ്റും മറ്റൊരർത്ഥം കൂടി പറഞ്ഞിട്ടുണ്ട്. അവിടെ അത്ര ഹരിഹി ഇന്ദ്രഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹരി എന്ന പദത്തിന് ഇന്ദ്രൻ എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഇന്ദ്രന് എല്ലാ ഐശ്വര്യവും യശസ്സും നേടാൻ സാധിച്ചതും നശിക്കാത്തതായ ലക്ഷ്മിയെ നേടാൻ സാധിച്ചു, ഐശ്വര്യത്തെ നേടാൻ സാധിച്ചതും ബ്രാഹ്മണനായിട്ടുള്ള എന്താ പറയുക ബൃഹസ്പതി മുതലായിട്ടുള്ള ബ്രാഹ്മണരെ പൂജ ചെയ്തത് കൊണ്ടാണ് എന്നുള്ള അർത്ഥം കൂടി എടുക്കാം. ഇത്തം വ്യാഖ്യാതം എന്ന് പറഞ്ഞിട്ടുണ്ട്, ശ്രീധരാചാര്യ പറഞ്ഞിട്ടുണ്ട്. യസ്യ നാരായണസ്യ ചരണാഭിവന്ദനാത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭാഗവതത്തിൻ്റെ ശ്ലോകങ്ങൾക്ക് ഗൂഢമായ അർത്ഥങ്ങളുണ്ട്. അത്ര ഹരിരിന്ദ്രഃ യസ്യ ശ്രീനാരായണസ്യ ചരണാഭിവന്ദനാത് ലക്ഷ്മീം ത്രൈലോക്യശ്രിയം. എന്നിട്ട് അവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്, വംശീധര സ്വാമികൾ ഉദ്ധരിച്ചിരിക്കുന്നത് യയാ ഗുപ്ത സഹസ്രാക്ഷ ത്രൈലോക്യ ഭോജേ ശ്രിയം. സഹസ്രാക്ഷനായിരിക്കുന്ന ഇന്ദ്രൻ ഭഗവാനെ ആരാധിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ത്രൈലോക്യശ്രീ അദ്ദേഹം നേടിയെടുത്തത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ നാരായണ ഭഗവാന്റെ പാദകമലങ്ങളെ ഹരിയായിരിക്കുന്ന ഇന്ദ്രൻ ഭജിച്ചിട്ടാണല്ലോ അദ്ദേഹത്തിന് ഈ ത്രൈലോക്യശ്രീയം ആയിരിക്കുന്ന ലക്ഷ്മിയെ നേടാൻ സാധിച്ചത്. ആ പുരാണ പുരുഷനായിരിക്കുന്ന ഭഗവാനും ബ്രഹ്മണ്യദേവനാണ്. അദ്ദേഹവും ബ്രാഹ്മണനെ ആരാധിക്കുന്ന ആളാണ്. ആ ഭഗവാനും ആ വൈകുണ്ഠമൂർത്തിയും ബ്രാഹ്മണനെ ആരാധിക്കുന്നവനാണ്. ബ്രാഹ്മണ ഭക്തിനിഷ്ഠോ ദേവ, ബ്രാഹ്മണ ഭക്തിയിലാണ് ഭഗവാൻ കുടികൊള്ളുന്നത് എന്നും വ്യാഖ്യാനം ചെയ്യാവുന്നതാണ് എന്ന് വംശീധര സ്വാമികളും മറ്റും അതിനെ ഈ രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ട് തരത്തിൽ ആ ശ്ലോകത്തെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അർത്ഥം ഏകദേശം വ്യക്തമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കുറച്ച് വേഗത്തിൽ പോവുകയാണ്. അടുത്ത ശ്ലോകം യത്സേവയാശേഷഗുഹാശയസ്വരാട്
സ്വരാട് വിപ്രപ്രിയസ്തുഷ്യതി കാമമീശ്വര. അവിടെ ആദ്യത്തെ വരിയിൽ സ്വരാട്ട് എന്ന് പറഞ്ഞ് പദച്ഛേദം ചെയ്തിട്ട് അടുത്ത പാദം വരുന്ന സമയത്ത് നമ്മൾ വിപ്രപ്രിയ എന്ന് നമ്മൾ പദം മുറിക്കുന്ന സമയത്ത് അങ്ങനെ ചൊല്ലണം. തദേവ തദ്ധർമ്മപരൈർവിനീതൈ സർവാത്മനാ ബ്രഹ്മകുലം നിഷേവ്യതാം. വിപ്രപ്രിയ സ്വരാട് അശേഷഗുഹാശയ ഈശ്വര യത്സേവയാ കാമം തുഷ്യതി തദ്ധർമ്മപരൈ വിനീതൈ ഭവദ്ഭിഃ സർവാത്മനാ തദ് ബ്രഹ്മകുലം ഏവ നിഷേവ്യതാം. അപ്പോൾ വിപ്രപ്രിയനായിരിക്കുന്ന, ബ്രാഹ്മണർക്ക് പ്രിയപ്പെട്ടവനായിരിക്കുന്ന, അല്ലെങ്കിൽ ബ്രാഹ്മണനോട് പ്രിയമുള്ളവനായിരിക്കുന്ന സ്വരാട് സ്വയം ശോഭിക്കുന്നവൻ, സ്വയമേവ രാജത്തെ, സ്വയം ശോഭിക്കുന്നവനായ സ്വരാട്ടായിരിക്കുന്ന അശേഷഗുഹാശയ, എല്ലാ വസ്തുക്കളിലും ഒളിഞ്ഞിരിക്കുന്നവനായ ഭഗവാൻ. ഗുഹാശയനാണ് ഭഗവാൻ. ഭഗവാനെ നമുക്ക് തെളിഞ്ഞു കാണുകയില്ല. കാരണം ഭഗവാൻ എല്ലാ സകല വസ്തുക്കളിലും ഒളിഞ്ഞിരിക്കുന്ന ഗുഹാശയനായിട്ട്, വാസുദേവനായിട്ട്, വസതി ദിവ്യതേജ ഇതി വാസുദേവ. അതുകൊണ്ടാണ് എല്ലാ വസ്തുക്കളിലും ചൈതന്യ സ്വരൂപത്തിൽ സന്നിവേശിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഭഗവാനെ നമ്മൾ വാസുദേവൻ എന്നൊക്കെ വിളിക്കുന്നത്. ആ ഭഗവാൻ എല്ലാറ്റിലും ഒളിഞ്ഞിരിക്കുന്നവനാണ്, ഗുഹാശയനായിട്ടിരിക്കുന്നവനായ ആ ഈശ്വരൻ. യത്സേവയാ കാമം തുഷ്യതി. യാതൊരു ബ്രാഹ്മണകുലത്തിൻ്റെ സേവനം കൊണ്ടാണോ യഥേഷ്ടം സന്തോഷിക്കുന്നത്, ബ്രാഹ്മണ പൂജയിലൂടെ, ബ്രാഹ്മണരെ ആരാധിക്കുന്നതിലൂടെ, അവരെ സന്തോഷിപ്പിക്കുന്നതിലൂടെ ഏതൊരു ഭഗവാനാണോ സന്തോഷിക്കുന്നത്, തദ്ധർമ്മപരൈ വിനീതൈ. അപ്പോൾ ആ ഭഗവത് ഭക്തി പൂർണ്ണരായിരിക്കുന്ന ആളുകൾ, ആ ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ള ഭാഗവത ധർമ്മത്തെ ആചരിക്കുന്നവരായ ആളുകൾ, ഭാഗവത ധർമ്മത്തെ, ഭഗവത് ധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നവരായ ആളുകളായ വിനീതരായി വിനയശീലന്മാരായിട്ടുള്ള ആളുകൾ സർവാത്മന എല്ലാവിധത്തിലും തദ് ബ്രഹ്മകുലം ഏവ നിഷേവിതാം, ബ്രാഹ്മണകുലത്തെ തന്നെ സേവിക്കണം. ഭഗവാൻ ഭാഗവത മറ്റിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, സർവവേദമയോ വിപ്രഹ സർവദേവമയോ ഹ്യഹം. ഞാൻ സർവദേവന്മാരുടെയും വിളനിലമാണ്, എല്ലാ ദേവന്മാരുടെയും പ്രഭവസ്ഥാനമാണ് ഞാൻ. അതുപോലെ സർവവേദങ്ങളും കുടികൊള്ളുന്ന ആളുകളാണ് വിപ്രന്മാർ. വേദങ്ങളൊക്കെ ആ വിപ്രനിൽ കുടികൊള്ളുന്നത് കൊണ്ട് ആ വിപ്രന്മാർ ഞാൻ തന്നെയാണ്. ജ്ഞാനീ ത്വാത്മൈവമേ മതം, ജ്ഞാനി ഞാൻ തന്നെയാണ്. അപ്പം ജ്ഞാനിയും ജ്ഞാനസ്വരൂപനായിരുന്ന ഭഗവാനും ഒന്ന് തന്നെയാണ്. ഹൃദിസ്ഥിതോ യച്ഛതി ഭക്തിപൂതേ എന്നൊക്കെ വിതുരര് തൃതീയ സ്കന്ധത്തിൽ പറയുന്നുണ്ട്. കാരണം ആ ജ്ഞാനികളായിട്ട് ആളുകൾ അവരുടെ ഉള്ളിലുള്ള ആ ഭഗവാൻ ഭഗവാൻ അവരുടെ ഉള്ളിലിരുന്നു കൊണ്ട് സഞ്ചരിക്കുന്ന ഭഗവത് സ്വരൂപങ്ങളായിട്ട് അവർ ഈ ലോകസംഗ്രഹാർത്ഥം നമ്മളെയൊക്കെ തന്നെ ധർമ്മോപദേശം നൽകി ഉദ്ധരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ ജ്ഞാനികളായിരിക്കുന്ന, പണ്ഡിതന്മാരായിരിക്കുന്ന ആളുകൾ, മഹാത്മാക്കളൊക്കെ തന്നെ ഭഗവാന്റെ സ്വരൂപം തന്നെയാണ് എന്ന് കണ്ടിട്ട് അവരെ നമ്മൾ ആരാധിച്ചു കൊള്ളണം എന്ന് ഭഗവാൻ പല സന്ദർഭങ്ങളിൽ ശ്രുതദേവന് കൊടുക്കുന്ന ഉപദേശം സന്ദർഭത്തിൽ, മറ്റനേക സന്ദർഭങ്ങളിൽ ഭഗവാൻ ഈ ആശയം ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അത് തന്നെയാണ് പല രൂപത്തിൽ പിന്നെ ആവർത്തിച്ച് വരുന്ന ശ്ലോകങ്ങളൊക്കെ തന്നെ. പുമാൻ ലഭേദ ആനതിവേലമാത്മന പ്രസീദതോത്യന്തശമം സ്വതസ്വയം യം നിത്യസംബന്ധനിഷേവയാ തതഃ പരം കിമത്രാസ്തി മുഖം ഹവിർഭുജാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നിനെ പുകഴ്ത്താൻ വേണ്ടിയിട്ട് മറ്റൊന്നിനെ ഇകഴ്ത്തും. അത് നമ്മുടെ ഈ ഗ്രന്ഥങ്ങളുടെയൊക്കെ സ്വഭാവമാണ്. അപ്പം ഇവിടെ ബ്രാഹ്മണ പൂജയുടെ പണ്ഡിതന്മാരായിട്ട് ജ്ഞാനികളായിട്ട് ആളുകളെ നമ്മൾ ഏത് രീതിയിൽ ഭജിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട് മറ്റ് യാഗാദി കർമ്മങ്ങളിൽ ചെയ്യുന്നതായ ഈ അഗ്നിയിൽ ഹവനം ചെയ്യുന്നതിനെ അവിടെ അല്പം നികൃഷ്ടമായിട്ടൊക്കെ കാണുകയാണ്, അല്ലെങ്കിൽ അതിനെ താഴ്ത്തി കാണിക്കുകയാണ്. അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത് ജീവിക്കുന്ന ചൈതന്യത്തോട് കൂടിയിരിക്കുന്ന ഈ ഭഗവത് സ്വരൂപങ്ങളെ ആരാധിക്കണമെന്നാണ് പറയുന്നത്. അഗ്നി എന്ന് പറയുന്നത് ജഡവസ്തുവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിനെ
താഴ്ത്തി കെട്ടുന്നത്. യം നിത്യസംബന്ധ നിഷേവയാ സ്വതഃ പ്രസീതതഃ ആത്മനഃ പുമാൻ അനതിവേലം അത്യന്തശമം സ്വയം ലഭേത അത്ര തതപ്പരം ഹവിർഭുജാം മുഖം കിം അസ്തി. ബ്രാഹ്മണന് നിത്യമായ സംബന്ധത്തോടു കൂടിയിട്ട് അനതിവേലം നിത്യസംബന്ധ നിഷേവയ നിത്യസംബന്ധമായി നിത്യം അത്തരം ആളുകൾ മഹാത്മാക്കളോടൊപ്പം ചേർന്നിരുന്നു കൊണ്ട് അവരുടെ പാദസേവ ചെയ്യുന്നതിലൂടെ സ്വയം പ്രസാദിക്കുന്നവനായ ആ ഭഗവാനിൽ നിന്ന് അനതിവേലം അത്യന്തശമം സ്വയം ലഭേത. അതിലൂടെ ഒരു മനുഷ്യൻ നേടുന്ന എന്താണ്? അനതിവേലം, കാലതാമസമില്ലാതെ വളരെ വേഗത്തിൽ തന്നെ അത്യന്തശമം, അങ്ങേയറ്റത്തെ ശാന്തിയെ, പരമമായ ശാന്തിയെ സ്വയം നേടുന്നു. അപ്പോൾ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, ഭഗവാനെ സന്തോഷിപ്പിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്താണ്? നമുക്ക് എത്രയും പെട്ടെന്ന് പരമമായ ശാന്തിയെ പ്രാപിക്കാൻ സാധിക്കും. അപ്പോൾ ഭഗവാനെ സേവിക്കാൻ ഭഗവാൻ നമുക്ക് നമ്മുടെ കണ്ണുകൾക്ക്, മാംസചക്ഷുസ്സിന് ഗോചരമല്ല, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത വസ്തുവാണ് ഭഗവാൻ. അപ്പോൾ ആ ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപങ്ങളായിട്ട് ആ ജ്ഞാനികളായിരിക്കുന്ന ആളുകളെ നമ്മൾ കണ്ട് അവരുടെ പാദങ്ങളെ സേവ ചെയ്യണം എന്നാണ് പറയുന്നത്. ആ ഭഗവത് സ്വരൂപികളായിരിക്കുന്ന ജ്ഞാനികളെ സേവിക്കുന്നതിലൂടെ വിപ്രപ്രിയനായിരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ തന്നെ സന്തോഷിച്ചിട്ട് നമുക്ക് പരമശാന്തിയെ നേടിത്തരുന്നു. അതിലും വലിയ ശാന്തി എങ്ങനെയാണ് നമുക്ക്? ഹവിർഭുജാം മുഖം തതപ്പരം കിം അസ്തി നാം. ഹവിർഭുക്ക് എന്ന് വെച്ചാൽ ഹവിസിനെ ഭുജിക്കുന്നവരായ ദേവന്മാർ ഹവിർഭുക്കുകളാണ്. ഹവിസിനെ ഭുജിച്ചിട്ടാണ് അവർ പുഷ്ടിപ്പെടുന്നതെന്നാണ്. നമ്മൾ യാഗത്തിലൊക്കെ അർപ്പിക്കുന്ന ഹവിസ് ഭുജിച്ചിട്ടാണ് ദേവന്മാർക്ക് ദേവന്മാർ അഭിവൃദ്ധി പ്രാപിച്ചു വരുന്നത്. ആ ദേവന്മാരുടെ മുഖം ആണ് അഗ്നി. അവർ അഗ്നിമുഖന്മാരാണ്. അഗ്നിയിൽ അർപ്പിക്കുന്ന ഹവിസിനെയാണ് അവർ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഹവിർ ഭുക്കായിരിക്കുന്നതും അഗ്നിമുഖന്മാരുമായിരിക്കുന്ന ആ ദേവന്മാർ ഇതിൽ പരം മറ്റൊരു ദേവന്മാരെ നമുക്ക് വേറെ കിട്ടാനുണ്ടോ? നമ്മുടെ ചുറ്റും കാണുന്നവരായ മഹാജ്ഞാനികളായ ആളുകൾ. അതുകൊണ്ടാണ് ബ്രാഹ്മണന് ഭൂദേവന്മാർ എന്നുള്ളൊരു പര്യായപദം ഉണ്ടായിട്ടുള്ളത്. ഇപ്പം ജ്ഞാനികളായിരിക്കുന്ന ഈശ്വര സാക്ഷാത്കാരം നേടിയ തപസ്സുകളായിരിക്കുന്ന ആളുകളെ നമ്മൾ അവരുടെ പാദസേവ ചെയ്തുകൊണ്ട് ഭജനം ചെയ്യുക എന്ന് പറയുന്നത് അവരിലൂടെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ സന്തോഷിച്ച് നമുക്ക് എല്ലാ തരത്തിലുമുള്ള പരമശാന്തിയെ നമുക്ക് നൽകും എന്നാണ് ആ ശ്ലോകത്തിലൂടെ പറയുന്നത്. 40-ാമത്തെ ശ്ലോകം. അശ്നാത്യനന്ത ഖലു തത്വകോവിദൈഃ ശ്രദ്ധാഹുതം യന്മുഖ യുജ്യനാമഭിഃ നവൈ തഥാ ചേതനയാ ബഹിഷ്കൃതേ ഹുതാശനേ പാരമഹംസ്യ പര്യഗുഃ. പാരമഹംസ്യ പര്യഗുഃ അനന്തഃ യന്മുഖേ യുജ്യനാമഭിഃ തത്വകോവിദൈഃ ശ്രദ്ധാഹുതം യഥാ അശ്നാതി ചേതനയാ ബഹിഷ്കൃതേ ഹുതാശനേ നവൈ തഥാ അശ്നാതി. പാരമഹംസ്യ പര്യഗുഃ എന്ന് പറയുന്നൊരു വളരെ കഠിനമായൊരു പദമുണ്ട്. പലതരത്തിലും വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ഒരു പദമാണത്. ശ്രീധരീയത്തിലും ഒക്കെ തന്നെ പലതരത്തിൽ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പാരമഹംസ്യം ജ്ഞാനം തത്പരാനർഹന്തി അധികുർവന്തി ഇതി പാരമഹംസ്യ പര്യാഹ താ ഗാവോ വാചോ യസ്മിൻ ഉപനിഷദ്ഭിഃ ജ്ഞാനഘനത്വേനോക്തഃ ഇത്യർത്ഥഃ. ഇപ്പോൾ പാരഹംസ പര്യഗു എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഞാൻ അതിനെ വിശദീകരിക്കുന്നില്ല സമയ പരിമിതി കൊണ്ട്. ഉപനിഷത്തിലൂടെ പറയപ്പെട്ടിരിക്കുന്ന ഉക്തികൾ എന്നാണ് അതിനെ പറഞ്ഞിരുന്നത്. പാരമഹംസ്യം എന്ന് വെച്ചാൽ പരമഹംസന്മാരുടെ മാർഗം, പരമഹംസന്മാർക്ക് വേണ്ടിയിട്ട് പറയപ്പെട്ടിരിക്കുന്നതായ ആ സാധനാ പഥത്തെയാണ് പാരമഹംസ്യം എന്ന് പറയുന്നത്. അതാണ് ഗാവോ വാചോ യസ്മിൻ ഉപനിഷദ്ഭിഃ. ഗാവഹ, ഗാ ശബ്ദം കൊണ്ട് ഉപനിഷത്ത്, വേദം എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന, ഉപനിഷത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതായ ജ്ഞാനഘനത്വം ആണ് ഇവിടെ പര്യഗു
എന്നുള്ളൊരു പദം അതിനോട് ചേർത്തിട്ട് പാരമഹംസ്യ പര്യഗുഹു എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. യദ്വാ അതല്ലെങ്കിൽ വേറൊരു അർത്ഥം പറഞ്ഞിരിക്കുന്നത് യദ്വാ പരമഹംസാനം ജ്ഞാനനിഷ്ഠാനം ഗമ്യ, പരമഹംസന്മാരായിരിക്കുന്ന ജ്ഞാനനിഷ്ഠന്മാരായിരിക്കുന്ന ആളുകൾക്ക് ഗമ്യനായിരിക്കുന്ന, അവർക്ക് പ്രാപിക്കാൻ സാധിക്കുന്നതായ വസ്തുവാണ് പാരമഹംസ്യ. പിന്നെ പരിതോന്ന ഗച്ഛന്തി ഗാവഹ വാചഹ യസ്മാസ പര്യഗുഹു, യാതൊരാളിൽ നിന്നും ഈ വൈദികമായ ആ വചനങ്ങൾ യാതൊരാളിൽ നിന്നും ഒരിക്കലും അകന്നു പോകുന്നില്ലയോ, അയാളാണ് പര്യഗു, ഇന്ദ്രിയ നിയന്ത എന്നുള്ള അർത്ഥം. ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള അർത്ഥങ്ങളാണ് ശ്രീധരാചാര്യ സ്വാമികളൊക്കെ ഈ പദത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പാരമഹംസ പര്യഗു അനന്ത, ഇതൊക്കെ തന്നെ ഭഗവാന്റെ പര്യായമായിട്ടും അതുപോലെ ഭഗവത് തത്വവിജ്ഞാനം നേടിയ ആളുകളുടെയും പര്യായമായിട്ടൊക്കെ ഈ പദം പ്രയോഗിക്കാൻ സാധിക്കും. പാരമഹംസ പര്യഗുഹു അനന്തഃ യന്മുഖേ യുജ്യനാമഭിഃ തത്വകോവിദൈഃ ശ്രദ്ധാഹുതം യഥാ അശ്നാദി. അപ്പോൾ ഈ ഏതായാലും വേദങ്ങളുടെ പറയപ്പെട്ടിരിക്കുന്നതായ ആ വിജ്ഞാന ഘനസ്വരൂപനായിരിക്കുന്ന ആ ഭഗവാൻ യാതൊരു ബ്രാഹ്മണരുടെ, യാതൊരു ബ്രഹ്മജ്ഞാനികളുടെ മുഖത്തിൽ അല്ലെങ്കിൽ അവരുടെ വായയിൽ അന്നാദികളായിരിക്കുന്ന മൃഷ്ടാന്ന ഭോജനം സമർപ്പിക്കുന്നതിലൂടെ സന്തോഷിക്കുന്നുവോ, തത്വകോവിദൈഃ ശ്രദ്ധാഹുതം യഥാ അശ്നാദി, ശ്രദ്ധയോട് കൂടിയിട്ട് അവരുടെ മുഖമാകുന്ന ആ അഗ്നിയിൽ ഹവനം ചെയ്യുന്നതിലൂടെ, ബ്രാഹ്മണ ഭോജനം നൽകുന്നതിലൂടെ, ചേതനയാ ബഹിഷ്കൃതേ ഹുതാശനെ നവൈ തഥാ അശ്നാദി. ഹുതാശനൻ എന്ന് വെച്ചാൽ അഗ്നി. അഗ്നി എങ്ങനെയുള്ള ചേതനയാ ബഹിഷ്കൃതേ, ആ അഗ്നിക്ക് ചൈതന്യമില്ല എന്നാണ്. ചൈതന്യ എല്ലാ വസ്തുക്കളിലുമുള്ള ചൈതന്യം അഗ്നിയിലുണ്ടെങ്കിൽ പോലും ഒരു ജീവിക്കുന്ന മനുഷ്യൻ, ചലിക്കുന്ന ഒരു മനുഷ്യൻ, കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യൻ, ഭഗവത് ധ്യാനം ചെയ്യുന്ന, തത്വചിന്തയെ അനുസന്ധാനം ചെയ്യുന്ന ഒരു മഹാത്മാവിനോളം ചൈതന്യമില്ലാത്ത വസ്തുവാണ് അഗ്നി എന്ന് പറയുന്നത്. അഗ്നി ഒരു ജഡവസ്തുവാണ്, അതൊരു ജഡഭൂത വസ്തുവാണ്. ആ അഗ്നിയിൽ ഈ ഈ അന്നം നമ്മൾ ഹവിസായിട്ട് ഹോമിച്ചു കഴിഞ്ഞാൽ ഭൗതികമായ അർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നു? അതവിടെ അഗ്നിയിൽ അത് ഭസ്മീഭൂതമായി തീർന്നു എന്നേ ഉള്ളൂ. പക്ഷേ ഈ ചൈതന്യമുള്ള ഈ ബ്രഹ്മജ്ഞാനിയുടെ ശരീരത്തിലേക്ക് നമ്മൾ ഈ അന്നമായിട്ട് അവർക്ക് അത് അർപ്പിച്ചു കഴിഞ്ഞാൽ, അവരെ ആരാധന ചെയ്ത് പൂജിച്ച് അവരുടെ മനസ്സ് സന്തോഷിച്ച് അവരുടെ വയറ് നിറഞ്ഞ് അവർ സന്തുഷ്ടി ആണ്ട് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഫലവും ഈ അഗ്നിയിൽ ഹോമിക്കുന്നതുകൊണ്ട് കിട്ടുകയില്ല എന്ന് പറയുന്നതിലൂടെ ഈ യാഗാദി കർമ്മങ്ങളോട് ചെയ്യുന്ന ഈ ബാഹ്യമായ കർമ്മങ്ങൾ, ക്രിയാകലാപങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് സജ്ജന സംഗമം എന്ന് തന്നെ പറയാം. സജ്ജന സംഗമവും സജ്ജനങ്ങളുടെ മഹത്വമാണ് ഇവിടെ പറയുന്നത്. ഭാഗവത്തിൽ ഒരുപാട് ഇടത്തുകളിൽ ഇത് പറയുന്നുണ്ട്. ഭഗവാൻ എന്താണ് ഹ്യമ്മയാനി തീർത്ഥാനി അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ജലരൂപത്തിലുള്ള തീർത്ഥങ്ങളും എന്താണ് ദേവതാ മൃച്ഛിലാമയാഹ, മൃത്ത് കൊണ്ടും മണ്ണ് കൊണ്ടും ശില കൊണ്ടും ഉണ്ടാക്കിയ വിഗ്രഹങ്ങളും ജലരൂപത്തിലുള്ള തീർത്ഥങ്ങളും നമ്മളെ ശുദ്ധീകരിക്കുന്നതിനേക്കാൾ വേഗത്തിലാണ് മഹാത്മാക്കളുടെ സംഘം കൊണ്ട്, മഹത് സംഘം കൊണ്ട് നമ്മുടെ ചിത്തശുദ്ധി കൈവരുന്നത് എന്നൊക്കെ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. ദർശനാദേവ സാധവ തേ പുനന്തി ഉരുകാലേന, അത് ശുദ്ധീകരിക്കുക ഇല്ല എന്ന് പറയുന്നില്ല. ഗംഗാസ്നാനം കൊണ്ടും ക്ഷേത്രോപാസന കൊണ്ടും നമ്മുടെ നമുക്ക് മനസ്സിന് ശുദ്ധീകരണം കിട്ടും. പക്ഷെ അത് ഉരുകാലേന, ചില ഒരു ജന്മം കൊണ്ടും സാധിക്കുകയില്ല. വിവേകാനന്ദ സ്വാമികൾ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ ഹിന്ദുക്കൾ ക്ഷേത്രത്തിൽ ജനിക്കണം, പക്ഷേ ക്ഷേത്രത്തിൽ മരിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ മരിക്കുന്ന സമയത്ത് നമ്മൾ ക്ഷേത്രാരാധന ചെയ്തുകൊണ്ട് തന്നെ മരിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്നും മുന്നോട്ട് പോയിട്ടില്ല, മുകളിലേക്ക് ഉയർന്നിട്ടില്ല, ആധ്യാത്മികമായി ഉയർന്നിട്ടില്ല എന്നാണല്ലോ അർത്ഥം. അപ്പോൾ ശുദ്ധീകരിക്കാൻ ഇനിയും ജന്മങ്ങൾ വേണമെന്നാണ് അർത്ഥം. പക്ഷേ തേവനന്തി ഉരുകാലേന ദർശനാദേവ സാധവ, ഒറ്റ ദർശന നോട്ടം കൊണ്ടും ഒരു ഉപദേശം കൊണ്ടും ഒരു സ്പർശനം കൊണ്ടുമൊക്കെ ഋഷിമാർ, മഹാത്മാക്കൾ നമ്മുടെ ജീവിതത്തെ എന്ത് ചെയ്യും? തലകീഴായി മറിച്ചിട്ട് നമ്മളെ ആത്മീയമായിട്ട് ഉദ്ധരിച്ച് കളയും എന്നുള്ളത് കൊണ്ട് അഗ്നിയിൽ ഹവനം ചെയ്യുന്ന ആ കർമ്മത്തേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് മഹത്സേവ, സജ്ജന സേവ എന്നാണ് ഇവിടെ എടുത്തു പറയുന്നത്. അടുത്ത ശ്ലോകം
യദ്ബ്രഹ്മ നിത്യം വിരജം സനാതനം ശ്രദ്ധാ തപോ മംഗളമൗന സംയമൈ സമാധിനാ ബിഭ്രതിഹാർത്ഥദൃഷ്ടയേ യത്രേദമാദർശ ഇവാവഭാസത്തെ. വിരജം സനാതനം യത് ബ്രഹ്മ. ബ്രഹ്മശബ്ദത്തിന് ബ്രഹ്മം എന്നുള്ള അർത്ഥമുണ്ട്, വേദം എന്നും അർത്ഥമുണ്ട്. ആ വേദം എങ്ങനെയുള്ളതാണ്? വിരജം സനാതനം തത് അർത്ഥദൃഷ്ടയെ സമാധിന ശ്രദ്ധാ തപോ മംഗള മൗന സംയമൈ യത്ര ഇതം ആദർശേ മുഖം ഇവ ബിഭ്രതി. ഹ എന്നുള്ളൊരു വ്യാക്ഷേപകമാണ്, അത്ഭുതം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഹ എന്നുള്ളൊരു വ്യാക്ഷേപകം ചേർത്തിരിക്കുന്നത്. സ്ഫുടം എന്നാണ് ശ്രീധരി ഇതിൽ അർത്ഥം പറഞ്ഞിരിക്കുന്നത്. ഹ എന്ന് പറഞ്ഞിരിക്കുന്നതിന് സ്ഫുടം, വ്യക്തമാണ്, ഉറപ്പാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. വിരജം സനാതനം യത് ബ്രഹ്മ തത് അർത്ഥദൃഷ്ടയെ സമാധിന ശ്രദ്ധാ തപോ മംഗള മൗന സംയമേഹി എത്ര ആദർശേ മുഖം ഇവ ബിഭ്രതി. അതിന് വേറൊരു തരത്തിൽ അതിന് അന്വയിക്കാൻ പറ്റുന്നത് വിരജം സനാതനം യത് ബ്രഹ്മ ആദർശേ മുഖം ഇവ ബിഭ്രതി. അതായത് സനാതനവും രജോഗുണത്തെ നീക്കിയതും ശുദ്ധ സത്വഗുണ പ്രധാനമായിട്ടുള്ളതുമായ വേദമെന്ന പരമമായ ജ്ഞാനം, അതിൽ ആദർശേ മുഖം ഇവ വിശ്വം ബിഭ്രതി. ആ വേദത്തിൽ കണ്ണാടിയിൽ ഒരു മുഖം പ്രതിബിംബിക്കുന്നത് പോലെ ഈ പ്രപഞ്ചമാകെ ആ വേദത്തിൽ പ്രതിഫലിക്കുന്നു. അത്രയധികം മാഹാത്മ്യം ആ വേദത്തിനുണ്ട്. പ്രപഞ്ചത്തെ പ്രാപഞ്ചികമായ സകല തത്വങ്ങളെയും ആ വേദം പ്രതിനിധാനം ചെയ്യുന്നു, ആ വേദം പ്രതിഫലിപ്പിക്കുന്നു, പ്രകാശിപ്പിക്കുന്നു എന്ന് ഒരർത്ഥമുണ്ട്. അങ്ങനെയുള്ള ആ വേദത്തെ അർത്ഥദൃഷ്ടയെ, അതിൻ്റെ അർത്ഥ ചിന്ത ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് സമാധി കൊണ്ടും ശ്രദ്ധ കൊണ്ടും തപസ്സുകൊണ്ടും മംഗളങ്ങളെ കൊണ്ടും മൗനം കൊണ്ടും സംയമം കൊണ്ടും യാതൊരുത്തർ സ്വീകരിച്ചിരിക്കുന്നുവോ, ഉള്ളിൽ സ്വീകരിച്ചിരിക്കുന്നുവോ, അവർ തീർച്ചയായിട്ടും സമ്പൂജ്യരാണ് എന്നാണ് അതിൻ്റെ ഒരു വ്യാഖ്യാനം പറഞ്ഞിരിക്കുന്നത്. ഇപ്പം അത് ചോദിക്കാനാണോ? സമയത്തിൻ്റെ ആണോ? സമയം സമാധിന എന്ന് വെച്ചാൽ സമാധി. ഇപ്പം വേദം പഠിക്കുന്ന സമയത്ത് സമാധിയിലായിരിക്കണം, ഏകാഗ്രചിത്തനായിട്ട് ആണ് വേദം പഠിക്കേണ്ടതെന്നാണ്. അതുകൊണ്ട് സമാധിന എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ശ്രദ്ധ, ശ്രീധര സ്വാമികൾ പറഞ്ഞു ശ്രദ്ധ എന്ന് വെച്ചിരിക്കുന്നത് വേദവാക്യത്തിലുള്ള വിശ്വാസം എന്നാണ്. വേദങ്ങളെ വാക്യത്തെ വിശ്വസിച്ചുകൊണ്ട് അതിനെ ഉപാസിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ അർത്ഥം നമുക്ക് പ്രകാശിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ശ്രദ്ധയോട് കൂടി ചെയ്യണം. ശ്രദ്ധ. തപസ് എന്ന് പറയുന്നത് ബ്രഹ്മചര്യം മുതലായിട്ടുള്ള കാര്യങ്ങൾ. വേദാധ്യയനം ചെയ്യുന്ന ആൾ ബ്രഹ്മചര്യത്തോടു കൂടി ചെയ്യണം. ബ്രഹ്മചാരി ആയിരിക്കുന്ന സമയത്താണ് ഈ വേദാധ്യയനം ചെയ്യുക. മംഗളാചരണം. അതുപോലെ ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കുകയും സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കുകയൊക്കെ ചെയ്യണം. പ്രത്യേകിച്ച് വേദം പഠിക്കുന്ന ബ്രഹ്മചര്യ ആശ്രമ സന്ദർഭങ്ങളിൽ ഭക്ഷണത്തിലും മറ്റു ഓരോ കാര്യങ്ങളും ചില നിഷ്ഠകളൊക്കെ ഉണ്ട്. ഉപനയനം ചെയ്യുന്ന ഒരു ബ്രഹ്മചാരി ഇന്നത് കഴിക്കാൻ പാടില്ല, പപ്പായ കഴിക്കാൻ പാടില്ല, പപ്പടം ഉഴുന്നുകൊണ്ടുള്ള ഒന്നും കഴിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെയുണ്ട്. എന്നാൽ ചിട്ടയോട് കൂടിയിട്ട് ഈ ബ്രഹ്മചര്യ ആശ്രമം നിർവഹിക്കുന്ന ആളാണ് ഗുരുമുഖത്ത് നിന്ന് വേദം അധ്യയനം ചെയ്യാൻ വേണ്ടി യോഗ്യനാവുക. അപ്പം കഠിനമായ വ്രതങ്ങളെടുത്തിട്ടാണ് ഈ വേദം അധ്യയനം പഠിക്കുന്നത്. അതുകൊണ്ടാണ് ആ ബ്രാഹ്മണൻ്റെ തേജസ് വർദ്ധിക്കുന്നതെന്ന് അർത്ഥം. തപസ്, മംഗളാചരണം, ഈ പറഞ്ഞ വിധി നിഷേധങ്ങളെയൊക്കെ സ്വീകരിക്കുക. മൗനം, അധ്യയന സമയത്ത് അധ്യയനത്തിന് തടസ്സമുണ്ടാക്കുന്ന സംഭാഷണങ്ങൾ ചെയ്യാതിരിക്കുക. അത് വേദപഠനത്തിൽ മാത്രമല്ല, വേദം ചൊല്ലുന്ന സമയത്തും ഗായത്രി മന്ത്രം ഉരുക്കഴിക്കുന്ന സമയത്തൊന്നും സംസാരിക്കാൻ പാടില്ല എന്നാണ്. ചെറിയ പ്രായത്തിലൊക്കെ ഞങ്ങളൊക്കെ ഈ സ്നാനം ചെയ്ത് ഈ പിന്നെ മന്ത്രസ്നാനം ചെയ്യും. ദത്ഗ്രാവണ്ണോ ഒക്കെ പുണ്യാഹം ചൊല്ലിയിട്ട് തളിച്ച് ഇത് ചെയ്തതിന് ശേഷം കരക്ക് കയറി തലേന്ന് തോർത്തി കഴിഞ്ഞാൽ ഈറൻ ഉടുത്തിട്ട് തന്നെ ആ കടവിൽ വെച്ച് തന്നെ 10 ഗായത്രി ജപിക്കും. അപ്പോൾ അടുത്തിരിക്കുന്ന ആളോട് സംസാരിക്കാനും പാടില്ല. ചിലപ്പോൾ ആംഗ്യമൊക്കെ കാണിക്കും, നീ പോയിക്കോ ഞാൻ മെല്ലെ വരാമെന്നൊക്കെ ആംഗ്യമൊക്കെ കാണിക്കും. അപ്പോൾ മുതിർന്ന ആളുകൾ കണ്ടല്ലോ അപ്പോൾ ശകാരം കിട്ടും, ഇങ്ങനെ പോയിക്കോ എന്ന് പറയും. അപ്പോൾ അതും ശരിക്കും പറഞ്ഞാൽ മൗനത്തിന് ഭംഗമാണ്. ആംഗ്യം കാണിക്കുക, പിന്നെന്തുണ്ട് സംസ്കൃതത്തിൽ പറയുക. ഇരിക്കണ്ട് കുഞ്ചനമ്പ്യാരൊക്കെ ഈ കളിയാക്കിയിട്ടുണ്ട്. മന്ത്രത്തിൻ്റെ ഇടയിൽ സംസ്കൃത പദങ്ങളിലൂടെ ഈ പരദൂഷണം പറയുക.
കുഞ്ചൻ പേര് കാര്യമായിട്ടിത് ഒരു ഓട്ടംതുള്ളൽ ഒരു സ്ഥലത്ത് കളിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെ സംസ്കൃതത്തിൽ ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ബ്രഹ്മചാരി ആയിരിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഇല വെച്ചിട്ട് ഇലയിൽ ഒരു ഇടത് കൈ ഇങ്ങനെ തൊട്ട് പിടിക്കണം എന്നാണ്. കാരണം എന്താ, ഈ ഇടത് കൈ വേറൊന്നും തലചോറി ഇങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇല കയ്യിൽ തൊട്ട് പിടിക്കണം എന്ന് പറയുന്നത്. കാരണം ഒന്നും എടുത്ത് വെള്ളം പോലും എടുത്ത് കഴിക്കാൻ പറ്റില്ല. പിന്നെ വിളമ്പേണ്ട സമയമായി കഴിഞ്ഞാൽ ആളുകൾ വിളമ്പി തരും. അപ്പോൾ ഒന്നും മൗനം തന്നെ അവിടെ പാലിക്കണമെന്നാണ്. പക്ഷേ മൗനം പാലിക്കാൻ പറ്റാത്ത കൊണ്ട് സംസ്കൃതത്തിൽ പറയാം എന്നുള്ള അതിനൊരു ചെറിയൊരു വിട്ടുവീഴ്ച എക്സെപ്ഷൻ ഉണ്ടാക്കിയിട്ട് സംസ്കൃതത്തിൽ പറയാം. അപ്പോൾ പിന്നെ തക്രശാകം പുളിശ്ശേരിക്ക് തക്രശാകം, മരീച്ച ശാകം, അത് മലേഷ്യം പഠിപ്പിച്ച് തന്നിട്ട് ആ പദങ്ങൾ പറയാം. ജലം, ഉഷ്ണജലം എന്നൊക്കെ പറഞ്ഞിട്ട് ചൂടുവെള്ളം വേണമെങ്കിൽ വായിൽ ഒഴിച്ചു തരും. എടുത്ത് കുടിക്കാൻ പറ്റില്ല, കാരണം ഇടത്ത് കൈ ഇവിടെ പറ്റാണ്, എടുത്തെടുക്കാൻ പറ്റില്ല. ഇങ്ങനെ ചിട്ടയിലാണ് ഈ ബ്രഹ്മചര്യാശ്രമം മുഴുവൻ 1 കൊല്ലം 3 കൊല്ലമൊക്കെ അനുഷ്ഠിക്കേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള കർശനമായ വ്രതത്തിലൂടെയൊക്കെ കടന്നു പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ വേദത്തിൻ്റെ പരിശുദ്ധി കൊണ്ടാണ്. അപ്പം അങ്ങനെ കഠിന വ്രതങ്ങളിലൂടെ വേദത്തെ സ്വായത്തമാക്കുന്ന ആളുകളെ പൂജിക്കേണ്ടതല്ലേ എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണ്? അർത്ഥദൃഷ്ടയെ, ആ വേദത്തെ മനനം ചെയ്ത് അതിൻ്റെ അർത്ഥം, അതിൻ്റെ പരമാർത്ഥ തത്വത്തെ അറിയാൻ വേണ്ടിയിട്ടാണ്, വേദത്തെ ഉരുക്കഴിക്കാൻ വേണ്ടിയിട്ടുമല്ല. അതാണ് മഹാഭാരതത്തിൽ അങ്ങനെ ഈ വേദം ഉരുക്കഴിച്ച് പഠിച്ച ആളുകളെ മഹാഭാരതം വ്യാസൻ കളിയാക്കിയിട്ടുണ്ട്. അതോധോ വാദരേചക, വേദം പഠിച്ച ആളിനെയാണ് വ്യാസൻ കളിയാക്കുന്നത്. വാദരേചക എന്ന് വെച്ചാൽ ഈ കൊല്ലൻ്റെ ഉലയിലെ പൈപ്പ്, ഈ കുഴലുണ്ടല്ലോ, അതിലൂടെ ഒരു കാറ്റിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും, ഈ ചക്രം തിരിക്കുന്നതനുസരിച്ചിട്ട് കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ വേദം ചൊല്ലുന്നു, വിഷയത്തോർജയത്വ അവയവസ്ഥോ അവയവസ്ഥ ഇങ്ങനെ തലയൊക്കെ ആട്ടിയിട്ട് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ തന്നെ വാദയാചകന്മാരാണെന്നാണ് പറയുന്നത്. ഈ കുഴൽ മാത്രം, കാരണം അവരോട് ഈ ശബ്ദം ഇങ്ങനെ പോകുന്നല്ലാതെ ആ ശബ്ദങ്ങളുടെ അർത്ഥചിന്ത കേവലം ചെയ്യുന്നില്ല. അർത്ഥചിന്ത തീരെ ചെയ്യാതെ, അങ്ങനെ പണ്ട് കുഞ്ഞുണ്ണി മാഷ് ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അപ്പൻ നമ്പൂതിരിയോട് എന്നിട്ട് പറയാണ്, ചെറുപ്പക്കാരനെ, അങ്ങേതിലെ തുപ്പൻ നമ്പൂതിരി കുടുംബ മുറിച്ചു ഉത്രയാണ്. അപ്പുറത്തെ ഇല്ലത്തെ തുപ്പൻ നമ്പൂതിരി കുടുംബ മുറിച്ചു എന്ന് വെച്ചാൽ അവൻ ജാതി ബഹിഷ്കൃതനായി, അവന് വേണ്ടാത്തത് വിപ്ലവം ചെയ്തു എന്നാണ്. അപ്പോൾ ഈ ഇല്ലത്തെ അപ്പൻ നമ്പൂതിരി പറയാണ്, ശിവ ഇനിയിപ്പോൾ അവൻ വേദത്തിന് അർത്ഥമുണ്ടെന്നും പറയുമല്ലോ. അതാണ് ഏറ്റവും വലിയ തമാടുത്തെന്നാണ് പറയുക, വേദത്തിന് അർത്ഥമുണ്ട് എന്ന് പറയുക. എനിക്കൊക്കെ ചെറുപ്പത്തിൽ വന്നിട്ടുണ്ട്. വേദം ഈ ചെറിയ ചെറിയ മന്ത്രങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങിയ സമയത്ത് അപ്പുറത്തെ ഇല്ലത്തുള്ള ഒരു പ്രായമുള്ള ഒരാളിനോട്, ആളെന്നോട് അപ്പോൾ ഇങ്ങനെ കുട്ടികളോട് ചോദിക്കും, എന്തൊക്കെ പഠിച്ചോ, പുണ്യാഹം പഠിച്ചോ, പുരുഷ സൂക്തം പഠിച്ചോ, ഭാഗ്യസൂക്തം പഠിച്ചോ, അങ്ങനെ ചോദിക്കും. അപ്പോൾ ഇതൊക്കെ പഠിക്കണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, കുറച്ചൊക്കെ പഠിച്ചു, ബാക്കിയും പഠിക്കണം. എന്താ വേഗം പഠിക്കണം, എന്താ പഠിക്കാൻ താമസം? അല്ല, അതിൻ്റെ അർത്ഥം കൂടി പറഞ്ഞു തന്നാൽ പഠിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നു എന്ന് അറിയാതെ പറഞ്ഞുപോയി, തമ്മാടുത്തും പറഞ്ഞുപോയി. ഓ, നീ ജനസംഘക്കാരനല്ലേ ചോദിച്ചത്. ജനസംഘക്കാരാണ് ഇങ്ങനെ വേദത്തിൽ അർത്ഥമുണ്ടെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചു എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അപ്പോൾ നീ ജനസംഘക്കാരനാണല്ലേ എന്ന് ചോദിച്ചു. എന്നൊരു ചെറിയ പ്രായത്തിലായിരുന്നു, എനിക്കറിയില്ല ജനസംഘം എന്താണെന്ന് അറിയാത്ത കാലത്താണ് ചോദിച്ചത്, നീ ജനസംഘക്കാരനാണല്ലേ. അപ്പോൾ ജനസംഘക്കാർ ഈ വേദത്തിൽ അർത്ഥമുണ്ടെന്നൊക്കെ പ്രചരിപ്പിച്ച് അതിൻ്റെ അർത്ഥമൊക്കെ പഠിക്കാനൊക്കെ പുറപ്പെടുന്ന ആളുകളാണ്. അതിലേക്കാണ് നീയും പോകുന്നത്, അതുപോലെ നീ ചെയ്യുന്നത് മഹാബദ്ധാണെന്നാണ്. അപ്പോൾ ഈ മന്ത്രങ്ങളുടെ അർത്ഥം ചോദിക്കാനേ പാടില്ല, ചോദിക്കുന്ന കുറ്റമാണ് എന്ന് പോലും പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് കൂടി നമ്മളിപ്പോൾ കടന്നു വന്നത്. അപ്പം അവിടെയാണ് ഇവിടെ വ്യാസൻ പറയുന്നത്, വെറുതെ ചൊല്ലി വേദത്തെയും ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നത് വാദരേചക സ്വഭാവമാണ്. ഈ കുഴലിലൂടെ കാറ്റിങ്ങനെ പോകുന്ന പോലെയുള്ളൂ. കേവലമായ ഉച്ചാരണം കൊണ്ട് മാത്രമായില്ല, അതിൻ്റെ അർത്ഥവിചാരം ചെയ്തിട്ട് മനനം ചെയ്തിട്ട് അത് സമാധിയിലേക്ക്, അങ്ങനെ ആ നിരന്തരമായ ആ തത്വചിന്തയിലൂടെ സമാധി അവസ്ഥയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവനാണ് ബ്രാഹ്മണൻ. അങ്ങനെ മാത്രമേ ബ്രാഹ്മണനെ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഭഗവാന്റെ പ്രതിപുരുഷന്മാർ തന്നെയാണ് എന്നാണ് ആ ബ്രാഹ്മണ സ്തുതി. ബ്രഹ്മജ്ഞാനികളെ പൃഥുമഹാരാജാവ് ആ രീതിയിലാണ് ആദരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത ശ്ലോകം, തേഷാമകം പാദസരോജരേണും ആര്യാവഹേയാധികിരീടമായു യം നിത്യദാ ബിഭ്രത ആശുപാപം നശ്യത്യമും സർവഗുണാ ഭജന്തി. ആര്യാഹ
അഹം തേഷാം പാദസരോജരേണും ആയുഹു അധികിരീടം യം നിത്യതാ ബിഭ്രതഃ പാപം ആശു നശ്യതി അമും സർവഗുണാഹ ഭജന്തി. അല്ലയോ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകളെ, അഹം ഞാൻ തേഷാം പാദസരോജരേണും ആയുഹു അധികിരീടം വഹേയ. തേഷാം അവരുടെ, അതായത് ബ്രഹ്മജ്ഞാനികളായ മഹാത്മാക്കളുടെ പാദസരോജരേണും അവരുടെ പാദങ്ങളിലുള്ള ആ പൊടികളെ, അവരുടെ പാദപാംസുക്കളെ, കാലിൽ പറ്റിയിരിക്കുന്ന പൊടിപടലങ്ങളെ, ആയുഹു ആയുഷ്കാലം മുഴുവനും ജീവിതകാലം മുഴുവനും അധികിരീടം വഹേയ ഞാൻ എൻ്റെ കിരീടം ധരിച്ചിരിക്കുന്ന ഈ ശിരസിൽ, കിരീട സമേതം ഞാൻ അവരുടെ പാദരേണുക്കളെയും ശിരസിൽ വഹിക്കുക തന്നെ ചെയ്യും. എന്താണ് കാരണം? യം നിത്യതാ ബിഭ്രതഃ പാപം ആശു നശ്യതി. അങ്ങനെ എന്നും ആ ബ്രാഹ്മണ പാദരേണുക്കൾ ശിരസിൽ വഹിക്കുന്നവൻ്റെ പാപം വളരെ പെട്ടെന്ന് ആശു നശ്യതി, പെട്ടെന്ന് നശിക്കുന്നു. അമും അങ്ങനെയുള്ള ഇവനെ സർവഗുണാഹ ഭജന്തി, സർവഗുണങ്ങളും എന്നെ ഭജിക്കുകയും ചെയ്യുന്നു. എല്ലാ ഗുണങ്ങളും എനിക്ക് വന്നു ചേരുന്നു. ഉള്ളിലുള്ള പാപം മുഴുവൻ നശിക്കുന്നു. അതുപോലെ സർവഗുണങ്ങളും സദ്ഗുണങ്ങളും എന്നെ ആശ്രയിക്കുകയും എന്നിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു. എന്ത് ചെയ്യണം? മഹാത്മാക്കളുടെ മഹാത്മന പാദരജോഭിഷേകം എന്നൊക്കെ ഭാഗവത്തിൽ അന്യത്ര പറഞ്ഞിട്ടുണ്ട്. പാദരജോഭിഷേകം, അവരുടെ പാദപാംസുക്കൾ ശിരസിൽ അണിയുക എന്ന് വെച്ചാൽ അവരുടെ കാലിൽ നമസ്കരിക്കുക. ശിരസ് അവരുടെ കാലിൽ സ്പർശിക്കുന്ന രീതിയിൽ നമസ്കരിക്കുക. അപ്പോൾ അവരുടെ കാലിൽ മണ്ണുണ്ടോ എന്ന് നോക്കേണ്ട കാര്യമില്ല. ആ മണ്ണ് നമ്മളെ പവിത്രീകരിക്കും എന്നാണ് അതിനർത്ഥം. മഹാത്മാക്കളുടെ പാദസേവയാണ് നമ്മുടെ പാപങ്ങൾ ഇല്ലാതാക്കാനുള്ള ഏറ്റവും വലിയ ഉപായം. അതോടൊപ്പം നമ്മളിലേക്ക് സദ്ഗുണങ്ങൾ കടന്നു വരാനും അത് കാരണമാകും എന്ന് പറയുന്നു. അടുത്ത ശ്ലോകം. ഗുണായനം ശീലധനം കൃതജ്ഞം വൃദ്ധാശ്രയം സംവൃണുതേനു സമ്പദ പ്രസീദതാം ബ്രഹ്മകുലം ഗവാം ച ജനാർദ്ദന സാനുചരശ്ച മഹ്യം. ഗുണായനം ശീലധനം വൃദ്ധാശ്രയം കൃതജ്ഞം പുരുഷം സമ്പദഃ അനുവൃണുതേ മഹ്യം ബ്രഹ്മകുലം ഗവാം കുലം ച സാനുചരഃ ജനാർദ്ദനഃ ച പ്രസീദത. രണ്ട് വാക്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഗുണായനം, ഗുണങ്ങളുടെ സ്ഥാനഭൂതനായിരിക്കുന്ന, ശീലധനം, ഗുണങ്ങളുടെ ഗുണാകാരമായിരിക്കുന്ന, ഗുണസമ്പന്നനായിരിക്കുന്ന ആളിനെ, ശീലധനം, ശീലമാകുന്ന ധനത്തോട് കൂടിയിരിക്കുന്നവനെ, വൃദ്ധാശ്രയം, വൃദ്ധന്മാരെ ആശ്രയിച്ചിരിക്കുന്നവനെ. വൃദ്ധൻ എന്ന് വെച്ചാൽ പ്രായമേറിയ ആളെന്ന് മാത്രമല്ല, ജ്ഞാനവൃദ്ധൻ ഉണ്ട്. ജ്ഞാനവൃദ്ധൻ, ധർമ്മവൃദ്ധൻ, വയോവൃദ്ധൻ, ഇങ്ങനെയൊക്കെയുള്ള വൃദ്ധത്വം പലതരത്തിലാണ്. അങ്ങനെയുള്ള ആ വൃദ്ധന്മാരെ ആശ്രയിച്ചിരിക്കുന്നവനെ, കൃതജ്ഞം, ചെയ്യുന്ന കാര്യങ്ങളോട് ആത്മാർത്ഥതയുള്ള ആളുകളിൽ, തനിക്ക് കിട്ടിയതിൽ എന്നും കൃതജ്ഞതയുള്ളവനെ, അങ്ങനെയുള്ള പുരുഷനെ, വ്യക്തിയെ, സമ്പദഃ അനുവൃണുതേ, സമ്പത്ത്, ലക്ഷ്മി ദേവി, ഐശ്വര്യം അവനെ പുറകെ വന്ന് അവനെ അനുഗ്രഹിക്കുന്നു, അവനെ സ്വീകരിക്കുന്നു. ഇപ്പോൾ ലക്ഷ്മി അല്ലെങ്കിൽ ഐശ്വര്യദേവത നമ്മളിലേക്ക് കടന്നു വരണമെങ്കിൽ, നമ്മളെ അനുഗമിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഗുണങ്ങളെ സ്വീകരിക്കണം, ശീലത്തെ ധനമായിട്ട് സ്വീകരിക്കണം, വൃദ്ധോപാസന ചെയ്യണം, ഗുരുവിനെ ഉപാസിക്കണം, അറിവുള്ള ആളുകളെ ഉപാസിക്കണം. അതുപോലെ നമുക്ക് ഉപകാരങ്ങൾ ചെയ്തു തരുന്ന ആളുകളോട് നമുക്ക് വിനയഭാവം ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള ആളുകളെ ലക്ഷ്മി, ഐശ്വര്യ, സമ്പത്ത് തനിയെ നമ്മളിലേക്ക് വന്നു ചേരാൻ ഇടയാകും. അതുകൊണ്ട് ഞാൻ എന്താണ് പ്രാർത്ഥിക്കുന്നത്? മഹ്യം ബ്രഹ്മകുലം ഗവാം കുലം ച, എനിക്ക് ബ്രാഹ്മണകുലം എന്നിൽ പ്രസാദിക്കട്ടെ, ബ്രാഹ്മണ വംശം, ബ്രാഹ്മണകുലം എന്നെ അനുഗ്രഹിക്കട്ടെ. ഗവാം കുലം മഹ്യം പ്രസീദത, ഗോകുലം, പശുക്കളുടെ കുലം, ഗവാം കുലം, പശുക്കൾ സന്തോഷിക്കട്ടെ. ബ്രാഹ്മണനും പശുക്കളും സന്തോഷിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു വൈദികമായിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഗോബ്രാഹ്മണ ഹിതായ എന്നൊക്കെ ഉള്ള പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെയോ സാനുചരഹ ജനാർദ്ദനഹ ച പ്രസീദത, ജനാർദ്ദനൻ സാക്ഷാൽ ഭഗവാൻ
അനുചരന്മാരോട് കൂടിയിരിക്കുന്ന ഭഗവാൻ, ഭഗവാന്റെ പാർഷദന്മാരോട് കൂടിയിട്ടും ഭക്തന്മാരോട് കൂടിയിട്ടുമുള്ള ആ ഭഗവാൻ, അങ്ങനെയുള്ള ആ യജ്ഞമൂർത്തിയായിരിക്കുന്ന ആ ഭഗവാൻ എന്നിൽ പ്രസാദിക്കട്ടെ എന്ന് അദ്ദേഹം അവനവന് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുകയാണ്. അതാണ് നമ്മുടെ അതിൽ വന്നിരിക്കുന്ന അവസാന ശ്ലോകം. ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ പൃഥു മഹാരാജാവ് സാമാന്യ ജനത്തിനുള്ള ഉപദേശമായിട്ടും അതോടൊപ്പം അവിടെ കൂടിയിരിക്കുന്ന ഋഷിമാരും മഹർഷിമാരും രാജർഷിമാരും ദേവന്മാരും ഒക്കെ കേൾക്കുന്നതിലൂടെ തൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും ധാർമ്മിക ജീവിതമാണ് എന്നും ഈശ്വര സമർപ്പിതമാണെന്നും ഒക്കെ അദ്ദേഹം അവിടെ പ്രഖ്യാപിച്ചുകൊണ്ട് തൻ്റെ പൂർവികന്മാർ ചെയ്തു പോയ എല്ലാ തരത്തിലുള്ള വേദനിഷേധങ്ങൾക്കും ധർമ്മനിഷേധങ്ങൾക്കും ഒക്കെ തന്നെ അറുതി വരുത്തിക്കൊണ്ട് ഭഗവത് ധർമ്മത്തെ ആചരിക്കുന്നതിലൂടെ ജീവിതം പരിശുദ്ധമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് സ്വയം അദ്ദേഹം ഒരു സങ്കല്പം ചെയ്യുകയും തൻ്റെ പ്രജകൾക്ക് ആ ഒരു ആശയത്തെ പകർന്നു കൊടുത്തും കൊണ്ട് ചെയ്യുന്ന അതിഗംഭീരമായിരിക്കുന്ന ഒരു ധർമ്മ പ്രഭാഷണമാണ്. അത് നമുക്ക് പരിമിതമായ ഒരു രീതിയിൽ ഉള്ള സമയം കൊണ്ട് പറയാൻ ഇവിടെ അവതരിപ്പിക്കാൻ സാധിച്ചു എന്നാണ് വിചാരിക്കുന്നത്. അല്പം സമയം അതിക്രമിച്ചു എങ്കിലും അത് നമ്മൾ വല്ലപ്പോഴും ഉള്ള ഒരു സത്സംഗമാണ്. അപ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച കാര്യം, ഉദ്ദേശിച്ച ആ ഭാഗങ്ങൾ പൂർണ്ണമായിട്ടും ഒരു വിചാരം ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അല്പം നമ്മൾ തുടങ്ങാനും ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മൾ താമസിച്ചു. അതുകൊണ്ട് നമുക്ക് ഒന്ന് കടന്ന് സമയം അതിക്രമിച്ചുകൊണ്ട് മുന്നോട്ട് ഇതിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു. അതിൽ ഭക്തജനങ്ങൾക്കുണ്ടായ പ്രയാസങ്ങൾ ക്ഷമിക്കുക. ഈ വാക്കുകൾ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ഗുരു പരമ്പരകളുടെ പാദങ്ങളിലും സമർപ്പിച്ചുകൊണ്ട് ഇവിടെ സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീഹരേ നമഃ.